ആഹാ, മക്കളെല്ലാം എത്തിയല്ലോ. എന്നാണോ മക്കൾ ഇത്രയും താമസിച്ചേ? കൊച്ചുവെളുപ്പാൻ കാലത്ത് എണീറ്റിങ്ങ് പോന്നതാ. വണ്ടി ഓടി ഇവിടം വരെ എത്തണ്ടായോ അപ്പച്ച? 3 வழி தானே வந்தது. அந்த வழி வந்தா அப் அண்ட் டவுன் ஜாஸ்தியா இருக்கும். വളിയാ? ஆமா. എന്നാ വളി? തമിഴ് சொல்லு. കോട്ടയം കൊച്ചാപ്പി ഒരുപാട് ഷൈൻ ചെയ്യല്ലേ. മലയാളം ഞങ്ങൾക്ക് പുരി. அப்படியா? என்னது இந்த தமிழ்நாட்டுல வந்து இங்கே உள்ள அயோக்கிய பசங்களுமாய் பேச்சு இப்ப மலையாளிகளை கண்டாலும் எனக்கு தமிழ் தான் வருவேன். என்ன பண்றது? താ ഒന്നും പണ്ണ വേണ്ട. മലയാളത്തെ കൊന്നു കുടിച്ചും കൂടാതിരുന്ന മാത്രം മതി. വേവിച്ചു നീയും പോന്നോ? എന്നാടാ പതിവില്ലാത്തൊരു വരവ്? ഹോൾസെയിലായിട്ട് ഇവിടുന്ന് പച്ചക്കറി വാങ്ങി നാട്ടിൽ കൊണ്ടുപോയി വിറ്റാലും നല്ല ലാഭം കിട്ടുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം കൂടെ വിളിച്ചോണ്ട് പോകുന്നതാണ് അച്ചായ. അത്രേ ഉള്ളോ? അതൊക്കെ അച്ചായൻ ഏറ്റടാ. വാടാ കൊച്ചുങ്ങള് വാടാ. வாங்க வாங்க. കൊച്ചാപ്പി അപ്പച്ചപ്പ നല്ല കീച്ച അല്ലയോ? ഓ ഇല്ലടാ, കീച്ചൊക്കെ നിർത്തി. എടാ കറിയായേ? ഓ എന്നാടാ മോളിക്കുട്ടിയെ കൊണ്ടുവരാഞ്ഞേ? സൗദിയിൽ നിന്ന് അവിടെ അമ്മാച്ചൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് അവള് വീട്ടിൽ പോയിരിക്കുക. പെട്ടി തുറക്കുമ്പോ അവൾ അടുത്തില്ലെങ്കിലേ ഉള്ളതും കൊണ്ട് നാട്ടുകാര് പോകുമെന്നും പറഞ്ഞ് നേരത്തെ തന്നെ അവൾ അങ്ങോട്ട് പോയിരിക്കുക. അമ്മാച്ചനാണെങ്കിൽ ആളൊരു പിശുക്കരാ. എന്തെങ്കിലും ഒരു സ്പ്രേയും കൊടുത്ത് അയാൾ അവളെ പറഞ്ഞു. ആടിനെ ഹൊത്തെ അങ്ങാടി വ്യാപാരം. ഇതെന്നാ പക്ഷേ? അതെ കന്നഡം. ആടിനറിയാമോ അങ്ങാടി വ്യഭിചാരം? വ്യാപാരം അതിന്റെ കന്നഡ ട്രാൻസിസ്റ്റേഷൻ ആണ്. ട്രാൻസിസ്റ്റേഷൻ? ഇവിടെ വന്നിട്ട് ഈ ഉപമ കൊച്ചാപ്പിയുടെ ഉപമ നിർത്താറായില്ലേ? എന്നാ വിശപ്പാ? കഴിക്കാൻ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നല്ല പോത്തിറച്ചി, നല്ല ടൊമാറ്റോ ജ്യൂസും ഉണ്ട്. എന്നാ എടുക്കടാ. അയ്യേ എണ്ണ ആവണക്കണ കളിക്കുന്നത്. ഇത് നല്ല കടലെണ്ണയാ, ആരോഗ്യത്തിന് ബെസ്റ്റാ. കൊളസ്ട്രോൾ സംഹാരി. താനാണോ ഇവിടുത്തെ കുക്ക്? ഞാനാണ് ഇവിടുത്തെ കുക്കെങ്കിൽ കൊക്കായിരിക്കുമല്ലോ ഡെയിലി ഫ്രൈ. അപ്പച്ചാ ഇയാളെ കൊണ്ട് ഒറ്റ സാധനം ഉണ്ടാക്കരുത്. ഒരു കറിയും വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല. ഏടാ കൊച്ചനെ ഇവനെ കൊണ്ട് വല്ല ചായയും കാപ്പിയും തിളപ്പിക്കാന്നല്ലാതെ ചോറൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്നാ. എന്നാ പിന്നെ ഒരു വേലക്കാരി നിർത്തിക്കൂടെ? അല്ല ഒരു സഹായത്തിനാ. ഇവിടെയുള്ള ഒരെണ്ണത്തിനെ നിർത്താൻ കൊള്ളത്തില്ല, കുളിക്കത്തില്ല, ഭയങ്കര നാറ്റവാ. നാട്ടിൽ നിന്നുണ്ടെന്ന് ഇറക്കിയാലോ? എന്തിനാടാ ഒന്നാക്കുന്നത്? ഒരു ഡസൻ ആയിക്കോട്ടെ. അയ്യോ അത് കുറച്ച് ഓവറല്ലേ? വേഞ്ചടാ വേഞ്ചടാ, അതൊന്നും ഇവിടെ വേഞ്ച. ഇത്തിരി ചോറിട്. അല്ല എന്നാ ഞാൻ ചേട്ട ചോറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ കല്യാണം കഴിച്ചത് നിനക്കൊക്കെ കഞ്ഞിയും കറിയും വെച്ച് വിളമ്പത്തിനാണോടാ? അല്ല അടുക്കളയിൽ അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടിയാ കല്യാണം കഴിക്കുന്നതല്ലേ കറിയാൻ ചായം പറഞ്ഞ ഇല്ലയോ? ശരിയാ, അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. കറിയാക്കുഞ്ഞ് കല്യാണം കഴിച്ച 1 മാസം തികയുന്നതിന് മുമ്പ് അമ്മച്ചിയെ മേലോട്ട് വിളിച്ചില്ലായിരുന്നു. தொம்மிச்சன் எப்ப பார்த்தாலும் பசங்க விஷயம் சொல்றதா நேரம். ഇതാരാണെന്ന് പുരിയില്ലേ? അയ്യോ ഇതെന്റെ അനിയനാ ബേവിച്ചൻ, ചിന്നത്തമ്പി. എടാ ബേവിച്ചു, ഞാൻ ഇവിടെ വന്ന കാലം മുതല് എന്നെ സഹായിച്ചത് ഈ നാരായണയ്യരും ഈ സുബ്രഹ്മണ്യ അയ്യരുമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളൊരു ധാരണയിലെ കച്ചവടമൊക്കെ നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബം പോലെ എന്ന് ചൊല്ലേ. அந்த காலம் எல்லாம் போயாச்சு. இப்ப முருகராஜ கவுண்டரும் பசங்களும் தான் இந்த கம்பளத்துக்கு அதிபர். പണ്ട് இந்த സ്ട്രീറ്റിലെ തിരുട്ടിച്ചാരായം വിത്ത് കിട്ടുന്നവൻ താ അവൻ. കേട്ടോടെ ചോദിച്ചാ ഇപ്പൊ ഞങ്ങൾ രണ്ടു കൂട്ടരെ ഒതുക്കാൻ നടക്കുക കൗണ്ടർ. പോരാത്തന്നെ അവൻ നാട്ടുകൂട്ടത്തിന് തലവനായ സ്ഥിതിക്ക് മിണ്ടിത്തീർന്നാണ് വെട്ടും. ഇപ്പൊ കമ്പോളത്തിലെ അവൻ എന്നെ சொன்னாலும் എതിർവായില്ലേ. വെട്ടും കുത്തും വടിവാളും പട്ടച്ചാരയൊക്കെ കുറെ കണ്ടതല്ലേ നമ്മളും, അല്ലടാ? അങ്ങനെയാണെങ്കിൽ വീരപാണ്ഡ്യ മുരുകരാജ കൗണ്ടർ ഒന്ന് ഗവനിക്കണമല്ലോ അച്ഛാ. അതിനാ பெரியவர் இன்னும் காணுமே. இப்ப வருவாருங்க. நீதான் கற்பழிக்கிற வீரனாடா? இவதான் அந்த பொண்ணா? வயசுக்கு வராது இந்த சின்ன பொண்ணையா அந்த அயோக்கிய ராஸ்கல் கெடுத்திருக்கான்? டேய், உனக்கு என்ன தண்டனை கிடைக்க போகுதுன்னு தெரியல. பெரிய ஐயா புறப்பட்டாச்சுங்களா? புறப்பட்டார்.
வணக்கம் வணக்கம். உட்காருங்க உட்காருங்க. எல்லாரும் அமைதியா உட்காருங்க. எல்லாரும் நல்லா இருக்கிறீங்கல்ல? நம்ம ஊர் ஜனங்க எல்லாருக்கும் என் ஆசீர்வாதங்கள். இங்க வந்திருக்கிற இந்த மாணிக்கத்தையும் இந்த செண்பகத்தையும் இந்த பஞ்சாயத்துக்கு வந்திருக்கிறவங்க எல்லாருக்கும் தெரியும் இல்லையா? தெரியுங்கய்யா. நீ செஞ்ச குற்றம் மன்னிக்க முடியாத குற்றம். என்ன காரியண்டா செஞ்ச? அறிவு கட்ட முண்டம். உன் கூட பிறந்த அக்கா தங்கச்சி இல்ல? புதுசா பூத்த ரோசா மாதிரி இருக்கிற இந்த குழந்தைய கசக்கி புழிஞ்சிட்டானே இந்த பாவி. இவனுக்கு என்ன தண்டனை கொடுக்கணும்னு எனக்கு நல்லா தெரியும். டேய், பஞ்சாயத்துல உன்னை அடிச்சேன்னு நினைச்சியா? இல்லடா, நடிச்ச. ஆமா, அந்த பொண்ணு செண்பகத்தோட வீடு எங்க இருக்கு? கம்மாங்கிற மாரியம்மங்களுக்கு பக்கத்துலங்க. பஞ்சாயத்துல உனக்கு எவ்வளவு அபராதம் போட்டேன்? 5000 ரூபாங்க. அந்த 5000 ரூபாய உன்னால கட்ட முடியுமா? முடியாதுங்க ஐயா. அந்த செண்பகத்தை கூட்டு வந்து என்கிட்ட விடு. 5000 என்ன 10,000 கொடுக்கறேன். சாமி. என்னடா சாமி? போடா. செண்பகம், வணக்கம் ஐயா. என்னடா ஐயா, நாளைக்கு நடக்க வேண்டிய திருவிழா நடக்காதுங்க ஐயா. என்னது? திருவிழா நடக்காதா? எவன்டா சொன்னது? அந்த நாராயண ஐயர். அந்த ஆளு கோர்ட்ல இருந்து நோட்டீஸ் வாங்கிருக்காருங்க. கோர்ட் நோட்டீஸ் கொண்டாடட்டும். இந்த கவுண்ட உடம்புல உயிர் இருக்கிற வரைக்கும் என் தலைமையில தான் திருவிழா நடக்கும். எவனாவது குறுக்க வந்தா குத்தி கிழிச்சு. நிறுத்து. ஆமாச்சி. திருவிழாவை நிறுத்துறதுக்கு கோர்ட் ஆர்டர் வாங்கி வந்திருக்கிறியா? நான் உயிரோடு இருக்கிற வரைக்கும் இந்த திருவிழாவை என் தலைமையில தான் நடத்தணும். வழக்கப்படி இந்த வருஷம் திருவிழா நடத்த வேண்டியது நாங்க தான். ஓ, நியாயம் கேட்க வந்திருக்கிறியா? இந்த முருகராஜ கவுண்டர் கிட்ட மோதிரத்துக்கு உனக்கு எப்படா தைரியம் வந்தது? மரியாதை இப்படியே திரும்பி போயிரு. கோர்ட்டு மண்ணாங்கட்டி. மிரட்டாடு. நாங்க போக மாட்டோம். இந்த வருஷம் திருவிழா நடத்த வேண்டியது நாங்க தான். மரியாதையா போயிரு. போக மாட்டேன். போங்கடா, போக்கத்த பசங்க. ஒப்பாரா 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 ஒப்பாரா. എന്നതാണ് അവിടെ ഉത്സവം നടക്കുന്നിടത്ത് അടി നടക്കുന്നത്? അടിയോ? അതെ,
ആ ഗവർണറും കൂട്ടരും കൂടി സുബ്രഹ്മണ്യരെ ആൾക്കാരും തല്ലി കൊല്ലാറാക്കി. വേഗം ചെന്നില്ലെങ്കിൽ ആ പാവങ്ങൾ അവർ തല്ലി കൊല്ലും. എന്നാ വണ്ടി അങ്ങോട്ട് വിട്. അച്ഛാ വണ്ടിയിലെ വണ്ടിയിലെ അവനെ നിരത്തു വെക്കണേ. கௌரி போதும், இன்னைக்கு இது போதும். அத்துக்கு போங்க. காலம் வரை இருந்ததானே நீ நேரத்துக்கு சாப்பிடலன்னா உடம்பு என்னத்துக்காகும்? என்னாச்சு? அந்த கணபதியர் வரலையோ? ഇല്ല, ചൊവ്വാദോഷമുള്ള ജാതകമല്ലോ ഗൗരിയുടേത്. அந்த ஜாதகத்துக்கு பொருத்த ஒத்து வர வேண்டாமா? எப்படியாவது இந்த கல்யாணம் சீக்கிரம் முடிக்கலன்னா? எனக்கு தெரியாதா? அந்த கணபதி ஐயரை நம்பி பிரயோஜனம் இல்லை. வேற ஏதாவது ஒரு புரோக்கரை கூட பார்ப்போம். அவளுக்கு ஒரு பையன் இருப்பான். എടാ സണ്ണിയേ, അച്ചായനെ ചേട്ടൻ വന്നടാ.
എത്തിയോ ഇത് എന്നാ ഇറക്കോ ഇത് ഇങ്ങനെ ചാടിയും തുള്ളിയൊക്കെ ഇറങ്ങിയ സംഗതി കുഴപ്പമാവും എന്തോന്ന് കുഴപ്പം? അല്ല പിന്നെ ചേട്ടത്തിയാർക്ക് എന്തോ വിശേഷം ഉണ്ടെന്നോ ഞങ്ങളൊക്കെ ഉപ്പാപ്പന്മാരാകാൻ പോകുന്നു പറയുന്ന കേട്ടു. എന്നാര് പറഞ്ഞു കേട്ടു? അയ്യോ അപ്പൊ ഒന്നും ഇല്ലയോ? ആ ഉണ്ട്, 2 ആനമുട്ട. ഛെ, പോയി മുണ്ടെടുത്തുട. അല്ല അച്ചായോ അതെ അല്ല ഞങ്ങള് പറയായിരുന്നേ ആനമുട്ട ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലാൻ പോകുന്നേ എന്ന് വെച്ച് ഒന്നും വെച്ചോണ്ടല്ല ഈ വീട്ടിലേക്ക് പോകുമ്പോ 1 കിലോ പുളി വാങ്ങിച്ചോണ്ട് പോണോന്ന് അത് പറയുന്നത്. മീൻകറി വെക്കാനാടാ. അപ്പൊ ചേട്ടത്തിനെങ്കിൽ പുളിനാറായില്ലോ? ആ മതി മതി, അറിയാൻ പാടില്ലാത്ത വിഷയത്തെ കുറിച്ച് കൂടുതൽ റിസർച്ച് ഒന്നും നടത്തണ്ട. അച്ചായോ പറഞ്ഞോട്. അച്ചായ അത് പിന്നെ എടാ, പോയി മുണ്ടെടുത്ത് കൊടുക്കടാ. പോയി കൊടുക്കടാ. പോടാ. ഇത് എന്നെ ഏർപ്പാടാ. പോടാ. ഇത് എവിടുത്തെ ഇടപാടാണ്? നിങ്ങൾ പോയി ആ പുളിയും ആ കുടയും ബാഗ് കൊടുത്തോട്ട് വാ. അപ്പഴാ പുളി അത് ഉമ്മച്ചൻ തീർത്തോളൂ. തീർക്കൂ. ആ എപ്പടി നമ്മ കിടപ്പ് മുറി? കൊള്ളാം. ഈ മുറിക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ടല്ലോ. ചുമ്മാതല്ല അവന്മാര് തണുപ്പുള്ള മുറി നമുക്ക് തന്നത്. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് കരുതിയ. ആ പിന്നെ നേർച്ച നേരാനും ഉരുളി കമത്താനും ഇനി എനിക്ക് സമയമില്ല. അപ്പുറത്ത് അനിയന്മാരുണ്ട്. അവന്മാർ പോവാൻ പറ. ആ അവന്മാര് പോയി. നീ വാ. ஓம் சக்தி சக்தி ஓம் சக்தி காமாட்சி தாயே அம்மா. Ladies and gentlemen, இந்த மார்க்கெட்டில் முதலாக வியாபாரம் செய்த முருகராஜ கவுண்டர் ஐயாவுடைய காய்கறிகளுக்கு கேரண்டி, 3 தர கேரண்டி. இந்த வெள்ளை சமைச்ச வெள்ளை எல்லாம் ஃப்ரெஷ் வெஜிடபிள். தாய்மார்களே, தங்கச்சிமார்களே, வாருங்கள் வாருங்கள். எல்லாம் பச்சைக்கறி தோட்டத்தில் இருந்தும் நேரிட்டு கொண்டு வந்த இந்த காய்கறிகளை வாங்கி சமைச்சு மேடம் பொதுமக்களை நாட்டில் குறைந்தது வாங்கோ வாங்கோ வாங்கோ. பழுத்ததும் பச்சையுமான எல்லா விதமான காய்கறிகளும் இங்கே கிடைக்கும். இந்த 2 கையிலே காய் இருந்தால் ஜிப்பிலே போக வேண்டாம். மேடம் பொதுமக்களை நாட்டில் குறைந்தது வாங்கோ வாங்கோ வாங்கோ. பழுத்ததும் பச்சையுமான எல்லா விதமான காய்கறிகளும் இங்கே கிடைக்கும். வாங்கோ மேடம் பொதுமக்களை நாட்டில் குறைந்தது. எல்லாம் பச்சைக்கறி தோட்டத்தில் இருந்தும் நேரிட்டு கொண்டு வந்த இந்த காய்கறிகளை வாங்கி சமைச்சு ருசிச்சு பாருங்கள் பாருங்கள். ஹோல்சேல் ரீட்டைல் தொடங்கி பல பல டைல்ஸ் இங்க கிடைக்கும். எப்படிங்க? இங்க வாங்க சார், அந்த பைய கொடுங்களேன். பாருங்க, பைய கொடுங்க சார். அட இங்க வாங்க சார், அதே கைங்க 4 ரூபா தான் சார். அட வாங்க. அடியே வாங்க. நான் கூப்பிட்டாலே நீ ஏண்டி கூப்பிட்ட? அதெல்லாம் நம்பாதீங்க சார், இதெல்லாம் பழைய கை. இங்க வாங்க சார். யாரடி சக்காலத்தி? நீயா நானா? நீதாண்டி. ஓ புத்தி தாண்டி அப்படி எல்லாம் போகுது. இருக்கே ஆட்டிக்கிட்டு வந்துட்டாளே. என்னடி நினைச்ச நீ? இந்த சந்தைக்கு புதுசா வந்துட்டு எங்களுக்கே காது குத்தலான்னு பாக்குறியா? இந்த மார்க்கெட்ல யார் வியாபாரம் பண்றன்னு பாக்கலாண்டி. அவரு போயாச்சு, இனிமே யார் வியாபாரம் பண்ண போறேன்னு நோக்க. കേസിന് വിധി എന്തായി പച്ചാ? വധശിക്ഷ എന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു. 2 പേരെ വെട്ടിക്കുന്നതിന് വേറെ 8 കൊല്ലത്തെ തടവ്. വേണ്ടപ്പെട്ടവരെ എല്ലാം ആ ഗൗണ്ടർ കൈക്കലാക്കി. ചിറ്റപ്പൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതാ. എല്ലാവരും കൂടെ നിർബന്ധിച്ചോണ്ട് വന്നു. ആ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതിയതാണ്? ഇപ്പോഴും ഇളയമ്മയുടെ കരച്ചിൽ കണ്ട സഹിക്കത്തില്ല. ആ മോളിക്കുട്ടി, നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. நம்ம வியாபாரத்துக்கு முதல் எதிரியே அந்த ஐயர் தான். அவனையும் கோயில்ல வச்சு க்ளோஸ் பண்ணியாச்சு. 2வது எதிரி கேரளால இருந்து வந்திருக்கிற தொம்பிச்சனும் அவன் பசங்களும். அவங்க வந்ததுல இருந்து நம்ம வியாபாரம் ரொம்ப டல்லாயி போச்சு. அவங்க இங்க இருந்து துரத்துறேன்னா நம்ம மார்க்கெட்டும் அவங்க மார்க்கெட் ஆயிடும். பொள்ளாச்சி மார்க்கெட்ல இந்த முருகராஜ கவுண்டரை எதிர்த்து ஒருத்தன் வாழ்ந்துட முடியுமா? ஆமா, அது எப்படி முடியும்? அவங்க மொத்த பேரையும் அழிக்கிறதுக்கு நான் ஒரு சின்ன ரூட் போட்டு வச்சிருக்கிறேன். அது என்னப்பா அந்த சின்ன ரூட்டு? அட ரூட் என்னங்க ரூட்டு? பெரியவர் நினைச்சா பெரிய ரோட்டையே போட்டுருவாரு. அப்படி சொல்றா. முதல்ல சின்ன மீனை போட்டு பெரிய மீனை பிடிக்க பார்க்கலாம்.
എടാ ആന്റി ഇന്നും കണ്ടില്ലല്ലോ. ബേവിച്ചെന്റെ ആണ്ടിന് പോലും അവൾ എത്തിയില്ല. അല്ല പച്ചാ, അൽഫോൻസ് ആന്റിക്ക് നമ്മളയച്ച ടെലഗ്രാം കിട്ടി കാണത്തില്ലായിരിക്കും. ഗോവന്നായണ്ടേ ഡാനിച്ചാനും കൂട്ടി വരുമായിരിക്കും. ആണോ? എടാ മക്കളെ, നിങ്ങൾ ഓരോന്ന് കഴിച്ചോടാ. വേണ്ട പച്ചാ, സോഡ ഉണ്ട്. പോണോ ഓടുന്നു കോപ്പ. എടാ, അല്പം മദ്യം ബോധത്തെ തെളിയിക്കുമെന്ന നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നേരം വെളുക്കുന്നത് മുതൽ അന്തി വരെ പണിയെടുക്കുന്ന കർഷകന് ക്ഷീണം മാറ്റാനുള്ള ഔഷധമാണ് ഈ മദ്യം. പണ്ടിതിനെ നമ്മൾ വീഞ്ഞെന്ന് പേരിട്ട്, പിന്നെ കൊട്ടുപടിയെന്നും നിലം തപ്പിയെന്നും പേരിട്ട് ഇട്ട് ഇട്ട് ബ്രാൻഡി എന്ന് വരെയായി. മക്കൾ ഓരോന്ന് കഴിച്ചോ. പണ്ട് നിന്റെ കോൺട്രാക്ട് ആയിരുന്നപ്പം കുര്യാക്കോസിലായിരുന്നു. കയ്യായിലെ കല്യാണം നടന്നു മുതൽ ഇപ്പൊ ഗോതിരുത്തുകാരും വൈപ്പിൻകരക്കാരും പതിച്ചെടുത്തിരിക്കല്ലേ. മക്കള് കഴിക്കടാ. മദ്യപാനം ഒരു ദുശീലമാണ് അപ്പച്ച. ഇത്രയും കാലം അപ്പച്ചൻ ഞങ്ങളെ നല്ല കുട്ടികളായിട്ടല്ലേ വളർത്തിക്കൊണ്ട് വന്നത്. കൊച്ചവരെ തന്തയിലാഴിക പറയരുത് കേട്ടോ. നീയൊക്കെ എന്നെ വെട്ടിച്ച് ഓരോ സ്മാള് ചാമ്പുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുക. ആര് എപ്പോ എടുത്ത് അലക്കും ഞാൻ. എടാ, നിനക്ക് 2 വയസ്സുള്ളപ്പോ മക്കളെ, ഇവര് 2 വയസ്സുള്ളപ്പോ സ്മാള് വേണോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയ കഴിവുറവനെ ഇവൻ. അല്ല എന്ന് പറഞ്ഞാ ഞാനത് കൊച്ചല്ലായിരുന്നു അപ്പച്ച. തന്തയില്ല. തറക്കണ്ട സൻസായിരുന്ന അപ്പച്ചാ, അവൻ നമ്മളെ ചതിച്ചപ്പച്ചാ. എന്നടാ മക്കളെ? ആ ഗൗണ്ടർ നമുക്കിട്ട് പാര വെച്ച് നമ്മള് നാഗപട്ടണത്തിന് അയച്ച ചരക്കെല്ലാം ആ ചെട്ടിയാര് തിരിച്ചയച്ച്. എന്നതാ കാര്യം? ആ അയച്ച ചരക്കിനൊന്നും ക്വാളിറ്റി ഇല്ലെന്ന്, എല്ലാം ചീഞ്ഞതും വാടിയതുമാണ്. എന്ന് പറഞ്ഞാ തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറഞ്ഞ് അങ്ങോട്ടല്ലേ അയച്ചത്. അതെ. പിന്നെ എന്നാ കുഴപ്പം പറയാനാ? ആ തന്നെയുമല്ല, ചെട്ടിയാർക്ക് നമ്മൾ ആദ്യമായിട്ടല്ലോ ചരക്കയക്കുന്നത്. ഇതാ ഗൗണ്ടറുടെ പണിയാ. ചെട്ടിയാരെ ഗൗണ്ടർ ശരിക്കും പിടിച്ചു കാണും. അവൻ സ്വന്തം കറക്റ്റ്. എടാ, നിനക്ക് ചെട്ടിയാരെ വിളിച്ചൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ? അതിന് അയാളെ ഫോണിൽ വിളിച്ചിട്ടൊന്ന് കിട്ടണ്ടേ? അല്ല ചായോ, നമുക്ക് നാളെ തന്നെ പോയി ആ ചെട്ടിയാർക്ക് രണ്ടു കൊടുത്താലോ? ആ അത് ശരിയാ. അയ്യോ, അവൻ തുടങ്ങി വെച്ച് കീറും ഞാൻ. അവൻ കാര്യം അറിയും മുമ്പ് കൊടുക്കാൻ തുടങ്ങി. എടാ, അവൻ നമ്മുടെ ഒന്നാം തരം ഒരു കസ്റ്റമറാ. മക്കളെ, നിങ്ങൾ ആരെങ്കിലും നാളെ നാഗപട്ടണം വരെ പോയി ഒന്ന് തിരക്കിയിട്ട് വാ. പോകുവാ. എന്നാത്തിനാ ചാ ഇങ്ങോട്ട് കയറി? നമുക്ക് ആ രാജരംഗ മുതലാളിനെ കണ്ടേച്ചു പോവാം. ഈ തോട്ടം മൊത്തം ആയതാണോ? ഓ, നല്ല പരന്ന് കിടക്കാണല്ലോ ചായ. வணக்கம் ஐயா. வணக்கம். முதலாளி இல்லையா? இல்ல, முதலாளி சாயங்காலம் தான் வரும். ஓ அப்படியா? முதலாளி ஒரு வார்த்தை சொல்லுங்க. முந்திரி லேலத்தை குறிச்சு பேசுறதுக்கு பொள்ளாச்சியில 90 பசங்க வந்திருந்தது. சரிங்க. എന്നാ വൈകിട്ട് വരാം. പോ. എന്നാ ഞങ്ങൾ വരട്ടെ. അപ്പോ നിങ്ങൾ മലയാളികളാണോ? അതെ. ഞാനും മലയാളിയാണ് സാർ. സ്വന്തം നാട് പാലക്കാടാണ്. 15 വർഷമായി ഇവിടെ വന്നിട്ട്. ശരി, മുതലാളി വരുമ്പോൾ പറയാൻ മറക്കണ്ട. ശരി സാർ. പോവാം. പോവാം. എന്നാ പറ്റി? ഭയങ്കര വയറുവേദന? കാലത്തെ മുട്ട കഴിച്ചപ്പോ തുടങ്ങിയതാ. ചീമുട്ടായിരുന്നു ഒരു സംശയം. വയറുവേദനയ്ക്ക് ഒറ്റമൂല്യമുണ്ട്. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. മോളെ, വയറ്റുവലികൾ മരുന്ന് പറിച്ചിട്ട് വാ. சரிங்கப்பா. ഇച്ചായം വിട്ടോ, ഞാൻ മരുന്ന് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു ടാക്സി പിടിച്ച് വീട്ടിൽ വന്നാൽ. അതിന്റെ പൈസ കണ്ടല്ലോ. ലാവശ്യം ഒരു വീട്ടിലേക്ക് പോകാം സാർ. ഒന്ന് പിടിച്ചു. അയ്യോ, പല വയറ്റുവേദനയും വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു വയറ്റുവേദന ആദ്യമായിട്ട്. ഇരിക്കും സാർ. ഇരിക്കാം. മോളെ, ആ പച്ചമരുന്ന് എടുത്തിട്ട് വാ. ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ മതി, വയറുവേദന വേഗം മാറും. ഇപ്പൊ കുറച്ച് കുറവുണ്ട്, ഇനി മരുന്ന് വേണമെന്നില്ല. എന്നാലും ഇത് കുറച്ചെങ്കിലും കഴിക്കുന്നത് നല്ലതാ. വേണ്ട, ഇതിന്റെ മണം അങ്ങോട്ട് അടിച്ചപ്പോഴേ വയറ്റുവേദന എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. ഇനി വയറുവേദന വന്നാ കഴിക്കാം. ആ, എന്നതാ അമ്മാവന്റെ പേര്? വേലായുധൻ. നല്ല പേര്. അമ്മാവൻ തനിച്ചുള്ളോ? അല്ല, മോളും കൂടെ ഉണ്ട്. ആ ശരി. മുതലാളി വിശ്രമിക്കും. ആ, ഞാൻ തോട്ടം വരെ ഒന്ന് പോയിട്ട് വരാം. ധൃതിയില്ല. മരുന്ന് ഇവിടെ വയ്ക്കുന്നു. ആയിക്കോട്ടെ. വയറുവേദന വന്നാ കഴിച്ചോണം. ഓ, മോളെ, ഞാൻ തോട്ടത്തിലേക്ക് പോവാ. ആ. അയ്യോ കർത്താവേ, പിന്നെയും തുടങ്ങി. ഇതെന്നെ കൊണ്ടേ പോളുന്നാ തോന്നുന്ന. എനിക്കിപ്പോ நீங்களா? வயிற்று வலி மாறியாச்சா? വയറ്റുവലി മാറല്ലേ, ഇപ്പൊ നെഞ്ചരിച്ചിൽ വന്നാച്ച്.
കൊഞ്ചം തണ്ണി വേണം. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഇപ്പൊ കൊണ്ടുവരാം. കർത്താവേ രക്ഷിക്കണേ. അയ്യോ വെള്ളം. തല ചുറ്റുന്നേ. അയ്യോ വീശ് 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 വൃത്തിയായിട്ട് വീശ്. കുട്ടിയെ കണ്ടില്ലായിരുന്നെങ്കിൽ തറ വീണ് തല പൊട്ടിയാന്. അയ്യോ ഭാഗ്യമായി പോയി. ദൈവമായിട്ട് കൊണ്ടുവന്നാണ്. അയ്യോ വീശ് വീശ്. നന്നായിരിക്കുന്നു. അയ്യടാ അങ്ങനെ. അയ്യോ ആശ്വാസമായി. അയ്യോ കർത്താവേ. അയ്യോ അച്ഛനായിരുന്നു. എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല. എന്റെയും തെറ്റിയില്ല. കയറാൻ വേണ്ടിയില്ലേ? കയറാൻ പോവല്ലേ? പോ. അലവലാതി. ആ പെണ്ണിനെ കണ്ടിട്ടായിരുന്നല്ലേ എന്റെ വയറുവേദന. എന്റെ അച്ചായോ കർത്താവാണ് സത്യത്തിലേക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഇത് വയറുവേദനയല്ല, നിന്റെ മറ്റേ ശ്രീകൃഷ്ണനെ പോലെ ആ പെണ്ണിന്റെ മടിയിലുള്ള കിടപ്പ് ഉണ്ടായിരുന്നു. നാണോന്നുള്ളത് നിനക്ക്? ഓ അപ്പൊ ഇത് കാണാനായിരുന്നോ നാഗപട്ടണത്ത് പോയാൽ തിരിച്ചു നേരെ ഇങ്ങോട്ട് പോകുന്നത്? ഇനി ഇത് ഞാൻ നേരെ അപ്പച്ചനോട് വിളമ്പേനെയും അപ്പച്ചൻ ഹൈ പ്രഷറുള്ള പാർട്ടിയാണെന്ന് ഓർത്തോ? എന്ന് പറഞ്ഞ് ഞാൻ നിനക്ക് മാമയാണോ? ഓ ഇനിയിപ്പോ അതൊക്കെ ആവാൻ പോകുന്ന മോശമല്ലേ? സാറ് വലിയ ഡീസന്റ് ഒന്നാവണ്ട. പുല്ലുവിളെ പൗലോസിന്റെ മോൾ അന്നക്കുട്ടിയായിട്ടുള്ള കേസിട്ടൊക്കെ എനിക്കും അറിയാം. അന്നക്കുട്ടിയുടെ കേസ്? അതെന്നെ കേട്ടെ. ഓ ഈ പ്രേമവും കത്ത് കൊടുക്കലും റബ്ബർ തോട്ടത്തിൽ വെച്ചുള്ള സന്ധിപ്പും ഇതൊന്നും ആരും അറിഞ്ഞില്ലെന്ന് കരുതണ്ട. അതാണ് കാര്യം. ഞങ്ങള് തമ്മില് സിൻസിയർ ആയിട്ടുള്ള ഡീപ്പ് ലവ് ആയിരുന്നു. ദൈവികമായ പ്രേമം. ദൈവിക പ്രേമം? എന്താ ദൈവം പ്രേമിച്ചടക്കായിരുന്നു? എടാ ഉവേ, ഈ ദിവ്യമായ പ്രേമം എന്നൊക്കെ പറഞ്ഞാ നിനക്ക് എന്നാവോ പറയാം. സാരിത്തും കൊണ്ടല്ലോ ഉടനാണെന്നല്ലോ നിനക്ക് പ്രേമം. ദൈവിക പ്രേമായതുകൊണ്ട് അന്നക്കുട്ടി അവളുടെ പാട് നോക്കി കന്യാസ്ത്രീ ആയങ്ങ് പോയത്. ദൈവഗീത അങ്ങനെ ആയിരിക്കും. இன்னைக்கு மாட்டு சந்தையில இருந்து ஒரு மாடு கூட வெளியே போக கூடாது. ஏன் தெரியுமா? ரம்ஜான் பண்டிகையும் ஈஸ்டர் பண்டிகையும் ஒன்னா வருது. நம்மள நம்பி இருக்கிற கேரளா கஸ்டமர்ஸ்க்கு மொத்த மாடும் போய் சேர்ந்தாகணும். இல்லன்னா நம்ம கஸ்டமர்ஸ் எல்லாம் ஆந்திரா போயிடுவாங்க. நம்ம எங்கேயாவது போக வேண்டியதுதான். நீங்க கவலைப்படாதீங்கப்பா. இந்த சந்தைக்குள்ள மாடு வாங்குறதுக்குன்னு ஒரு ஈக்காக கூட உள்ள நுழைய முடியாது. அந்த அளவுக்கு நான் பண்ணி வச்சிருக்கேன். சாபாஷ். சின்ன கவுண்டன்னா சின்ன கவுண்டன் தான். ஏன் புள்ளையாச்சே. என்னடா யாருமே வரமாட்டானுங்கன்னு சொன்ன? தொம்முச்சுன்னு அவன் பிள்ளைங்கள வரானுங்களே. சும்மா பார்க்க வந்திருப்பானுங்க. പെട്ടരുത് പെട്ടരുതെന്ന് ഇവനെ അറിഞ്ഞു തരൂ. ഇത് ഓങ്കാളയാ? പല്ല് കാമിക്കണ, നല്ല കാമിക്കണ. எனக்கு என்னமோ சந்தேகமா இருக்கு. தொம்முச்சுன்னு அவன் பசங்களும் சந்தையில நம்ம கிட்ட போட்டி போட வந்திருக்கிறானுங்க. இப்போ ஏலத்தை ஆரம்பிக்க போற முதலா மாட்டுப்பட்டியிலிருந்து அழைச்சிட்டு வந்த மாட்டுப்பட்டி துரசாமியோட 500 மாடுகளை ஏலம் விட போறேன். 50,000 ரூபாய். 75,000 ரூபாய். 75,000 ரூபாய். 1 லட்சம். 1 லட்சம். 1 லட்சம் ரூபாய். 1 லட்சம் ரூபாய். 1,25,000 ரூபாய். 1,25,000 ரூபாய். 1,50,000 രൂപ. 1,50,000 ரூபாய். 1,75,000 ரூபாய். 1,75,000 ரூபாய். ഇനി നീ വിളി. 2 ലക്ഷം. 2 லட்சம். ஏண்டா பரதேசி பசங்களா, இங்க வந்து என்கிட்ட போட்டி போடுறீங்களா? എടോ കൗണ്ടറേ, ഞാൻ പരദേശിയാ, സമ്മതിച്ചു. നീയും പരദേശിയാണേ. നിന്റെ ഊര് പൊള്ളാച്ചിയല്ലോ, ആണോ? അല്ല. എടോ നീയും മൃതാട്ടുകാരൻ താനേ. അന്ത ഉനക്ക് എന്നെ പരദേശിന് കൂപ്പിട என்ன அவகாசம் சொல்லு. வேணும்னா ஒரு மைக்கு தரேன், அதை வச்சுக்கிட்டு ஊரெல்லாம் போய் சொல்லு. நான் இந்த ஊர் ஆள் இல்ல, வெளியூர் ஆளுது. டேய், நான் ரோட்ல பொறுக்கியா இருந்து ரவுடியா இருந்து அப்புறமா தாண்டா இந்த லெவலுக்கு வந்தேன். என்ன வெறுப்பேத்தின മറുപടിയും ഞാൻ റൗഡി ആയിടുവേ. ജാഗ്രത. എടോ കൗണ്ടറേ, ഞാൻ നല്ല തറവാട്ട് ജനിച്ചു വളർന്ന് ജീവിക്കാൻ വേണ്ടി ഈ ചന്ത വന്ന് സകല അനുഗ്രഹം പഠിച്ചിട്ടാ നിൽക്കുന്നേ. ഓ, താനും ജ്ഞാപകം വെച്ചോ.
நீ ஏலத்துல எடுத்த ஒரு மாடாவது இன்னைக்கு சந்தையை விட்டு வெளியே போச்சுனா நான் என் மீசி எடுத்துக்கிறேன்டா. അയ്യേ അത് വേണ്ടല്ലേ മീശ എടുത്താ മോന്ത കാണാൻ പരമ ബോറായിരിക്കും ലുക്ക് മാറും போயா என்ன பெரிய ഉറപ്പേരി മീശേ. வெங்காயம் பொள்ளங்காய் எல்லாம் இருக்கு இங்க வாங்களேம்மா. நான் கத்திரிக்காய் இங்க பாருங்க லட்டு லட்டு மாதிரி இருக்கு இங்க வாங்க அக்கா. இங்க பாருங்க கத்திரிக்காய் பாருங்க எப்படி இருக்கு இங்க வாங்க அக்கா. இந்தாங்க அக்கா. நான் இஞ்சி பாருங்க எப்படி இருக்கு. நல்லா வச்சிக்கலாம் போல இங்க வாங்கம்மா. வாங்க நான் எட்டனா தூரு. அம்மா வாங்க இங்க வாங்க. அக்கா. പച്ചാപ്പി ഓ ഇതാര് അൽഫോൻസ് ആന്റിയോ? ഇത് എവിടെ നിന്ന് വരുന്നു? കമ്മിങ് ഫ്രം ഗോവ. അച്ഛാ അച്ഛാ. നോട്ട് അച്ഛാ. യാ അയ്യോ അയ്യോ, ആന്റിയെ കണ്ടിട്ട് അറിയുന്നേ ഇല്ലല്ലോ. ആന്റി ആകെ മാറിയിരിക്കുന്നല്ലോ. യാ എവിടെയാ മൈ ബ്രദർ? ആര്? എന്റെ ആങ്ങളെ തൊമ്മിച്ചൻ. ആ ദാണ്ട ഇരിക്കുന്നു. ഗോവ. ഗോവ നമുക്ക് പോവാ. അപ്പച്ച എണ്ണം തെറ്റിച്ചല്ലേ മൈ ബ്രദർ. ചേച്ചി മക്കളെ നിങ്ങളുടെ അൽഫോൻസ് ആന്റി ലാൻഡ് ചെയ്തടാ ഫ്രം ഗോവ. ചേച്ചി വരുന്ന വഴിയാണോ? ജസ്റ്റ് കമ്മി. നീ സംശയം ഇവിടെ ഉണ്ടാവും എനിക്കറിയാൻ. എടാ തങ്കച്ച എന്തൊക്കെയുണ്ടോ മോനെ വിശേഷം? അയ്യോ തങ്കച്ചനല്ല ആന്റി, റോഹിച്ചൻ. റോഹിച്ചൻ. എടാ ഉമ്മച്ച എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? ആന്റി സണ്ണിച്ചല. ഓ സന്നിച്ചനാ, എന്തൊരു മറവി. ആന്റിക്കൊരു മറവിയല്ലേ? അതേടാ എന്റെ പാപ്പച്ച. ഓ ആന്റി ഞാൻ പാപ്പച്ചനല്ല, കറിയാച്ചൻ. കറിയ. ടോട്ടൽ കൺഫ്യൂഷൻ. ഓ എന്തൊരു ടേസ്റ്റി, വല്ലാത്ത ദാഹം. ആ എടാ കൊച്ചാപ്പേ, ഇവരിതെല്ലാം നശിപ്പിക്കും. പോയി സർബത്ത് വിളിച്ചിട്ട് വേണം. അയ്യോ എനിക്ക് സർവത്ത് വേണ്ട, എനിക്ക് ഫ്രഷ് ലെമൺ. ലെമൺ കിടയാത് എലമ്പച്ചമ്പഴം ജ്യൂസ് താൻ കിടക്കും. എന്തെങ്കിലും അവിടെ പോയി വാങ്ങിക്കണം. ആന്റി ഡാനി വന്നില്ലേ? അവൻ അവിടെ ഉലകം ചുറ്റും വാലിബനായിട്ട് അടിപിടി കൂടി നടക്കുക. അല്ലേ ചേച്ചി, അവന് ഗോവയിൽ പോയിട്ടും അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലേ? അവിടെ വന്നപ്പോ ഒന്നും കൂടിയും കൂടി. ആര് ചോദിക്കാൻ? അവൻ അവിടുത്തെ ഗോവനാഥയല്ലേ. ഓ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? കുടിക്കാനുള്ള വെള്ളത്തിലാണ് വിരലിട്ടിട്ട് വരുന്നത്. അതെ, ഇടയ്ക്ക് വിരലൊന്ന് മുറിഞ്ഞു. അപ്പൊ ഡാക്ടറെ കാണിച്ചപ്പോ ഡാക്ടർ ശരിയാക്കി. തണുത്ത വെള്ളത്തിൽ എപ്പോമേ വിരല് മുക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കീറുന്നുണ്ടല്ലോ. ഇനിയും വെടുപ്പില്ലാത്തൊരു എന്തു. നോ നോ പ്രോബ്ലം, ഞാൻ കുടിച്ചോളാം. ഡ്രിങ്ക്. അപ്പച്ച ലൈറ്റ് അടച്ചിട്ട് കിടന്ന് ഉറങ്ങണാവേ. ആ കിടക്കാം. വാട്ട് ഈസ് ദിസ്? നിങ്ങൾ 4 പേരും ഒരു റൂമിലാണോ കിടക്കണത്? ഇനി അൺസൈക്കബിൾ. 2 ആൾ കൂടി കിടക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ആന്റി വേണേ ഒന്ന് കിടന്നു. നോ നോ നോ, വൈ 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 വൈ. എനിക്ക് AC ഇല്ലാതെ കിടന്നാ ഉറക്കം വരില്ല. അതൊരു ശീലായി പോയി. അങ്ങനെയാണെങ്കിൽ ആന്റി ഒരുപാട് വിഷമിക്കുമല്ലോടാ സണ്ണിച്ച. യെസ് യെസ്. തൊമ്മീച്ചന്റെ മുറിയിൽ AC ഉണ്ടോ? ഇല്ല. കറിയാച്ചന് മോളി കുട്ടിയും കിടക്കുന്ന മുറി AC ആണോ? അതെ. അല്ല AC പോലെ തണുപ്പുള്ള നോൺ AC റൂം. എന്നാ ഞാൻ അവിടെ പോയിട്ട് മാനേജ് ചെയ്തോ. എന്നാ പിന്നെ ആന്റി അങ്ങോട്ട് പോയി മാനേജ് ചെയ്തല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. അച്ചായോ, ആന്റി ഇങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയ ചേട്ടത്തി പുളി ഇതിനെ ഇനി ഒരുപാട് ലേറ്റ് ആവും. നല്ല ടൈം. ആന്റിയുടെ കയ്യിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാൻ ഞാൻ പാട്. ആന്റി ഇന്ന് അവന്മാരെ കൊന്നു കൊല വിളിക്കും. മോളിക്കുട്ടി, ഒറിബിൽ ഹീറ്റ്. ഗോവയിലെ AC-യിൽ കിടന്ന് നാച്ചുറൽ ആയതുകൊണ്ട് കൂളിംഗ് ഇല്ലാത്ത റൂമിൽ കിടന്ന എനിക്ക് സ്ലീപ്പിംഗ് വരില്ല. ഞാനിവിടെ കിടന്നോ. അയ്യോ ആന്റി, ഇവിടെ ഭയങ്കര കൊതുക. ഓ കൊതുകല്ലേ? കൊതുകിനെ ഞാൻ ഗുഡ് നൈറ്റ് കൊണ്ട് മാനേജ് ചെയ്തോളാം. പക്ഷെ ചൂട് എനിക്ക് അൺസൈക്കബിളാ. ഇളവയ്ക്ക് ഇനിയിപ്പൊ ഇടയെ കയറി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. നീ എന്താ തിങ്ക് ചെയ്യുന്നത്? ഒന്നുമില്ല, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. ആ പിള്ളേരെ അവിടെ തനിച്ചല്ലേ കിടക്കുന്നത്. നീ പോയി അവർക്ക് കൂട്ടുകിടക്കും. ഞാനും മോളിക്കുട്ടിയും കൂടി ഇവിടെ സ്ലീപ്പ് ചെയ്താണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.
குட் நைட். கிடந்து மோளே. அப்பா நான் காலேஜ் போயிட்டு வரேன். என்னம்மா இவ்வளவு லேட்டா புறப்படுற? இந்நேரம் காலேஜ் ஆரம்பிச்சிருக்குமே. நான் எவ்வளவு லேட்டா போனாலும் என்ன பிரின்சிபால் ஒண்ணுமே சொல்ல மாட்டாரு. ஓ. ஏய், உங்க அப்பா பந்தால அங்க காட்டுறியா? அதெல்லாம் வேண்டாம். நீ காலேஜுக்கு நேரத்துக்கு போலனா எங்களுக்கு எல்லாம் கெட்ட பேரு. சும்மா இரு. நமக்கு இருக்கிறதே ஒரே குழந்தை. நீ கவலைப்படாத கண்ணு. உன் இஷ்டத்துக்கு போ, உன் இஷ்டத்துக்கு வா. தங்கமான அப்பா. போவா. என் குழந்தைய பாரு, அண்ணன் மாதிரி போகுது. അച്ഛൻ ഇറങ്ങണ്ട, ഇത് ഞാൻ അറ്റൻഡ് ചെയ്യാം. അച്ചായോ വണ്ടിയുടെ മോന്ത മാറി. Oh my god, பெயிண்ட் போயிடுச்சே. What is this? உனக்கு கண்ணு தெரியாது? அதுதானே நானும் கேக்குறது. உனக்கு கண்ணு கட்டுடே. என்ன விளையாடுறியா? ஓவர் ஸ்பீட்ல வண்டி ஓட்டிட்டு வந்து ஏன் கார்ல மோதிட்டு என்னைய கிண்டல் பண்றியா? லெஃப்ட் சைடுல வர வேண்டிய நீ என்னத்த நான் ரைட் சைடுல வந்த? அது சொல்லு. நியாயம் கேக்குறதுக்கு நீ யாரு? வெஹிக்கிள் இன்ஸ்பெக்டரா? ரெடி பண்ண. என்னோட சில சூழ்ச்சி சம்சாரிக்கணும். ஓஹோ, மலையாளத்தானா? அதான் உனக்கு இவ்வளவு திமிரு. எனக்கு மரியாதை கத்து கொடுக்க நீ யாரு? അച്ചായോ ഓ ഇവളെന്റെ തനി സ്വഭാവം കണ്ടേ പോ. വിട്ടേക്കടാ തന്നിച്ച. நான் யார் பொண்ணுன்னு தெரிஞ்சா நீ இந்த மாதிரி பேச மாட்டேன். നീ ഏത് ദേവേന്ദ്രന്റെ മോളാ എനിക്കെന്നെ? അല്ല അറിയാമേലാഞ്ഞിട്ട് ചോദിക്ക. മറ്റ് പെണ്ണുങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും അഡീഷണൽ ഐറ്റംസ് നിനക്കുണ്ടോ? என்னடா சொன்ன ராஸ்கல்? വലിക്കുതാ. നീ ഒരു പെണ്ണായി പോയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഈ വിരൽ ഇങ്ങനെ കളിച്ചാ. நான் சும்மா விட மாட்டேன். உன்னை என்ன பண்ற பாரு. எங்க அப்பா முருகராஜ கவுண்டரை பத்தி உனக்கு தெரியாது. അച്ചായോ മുരുകരാജ കൗണ്ടർ അവൾ അപ്പച്ചൻ. ഓഹോ. എന്നാലേ ആ നാറിയോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ നിന്റെ കൈ കയറി പിടിച്ചെന്ന്. എടാ തന്നിച്ചു മതിയടാ, വന്ന് വണ്ടി കയറ്. എന്നാ വിട്ടേക്കാം. വിട്ടോ. തറക്കണ്ടത്തിലൊരു തറ. അപ്പച്ചനെ പറ്റിയാണോ? നേരിടാ. உன் மேல கைய வச்ச அந்த அயோக்கியம் யாரு? எனக்கு தெரியல. இதுக்கு முன்னால நீ அவனை எங்கேயாவது பாத்திருக்கியா? இல்ல, ஆனா அவங்க வந்து ஜீப்ல தரக்கண்டன் சன்ஸ் எழுதி இருந்தது. அப்போ அது தொம்பிச்ச பசங்க தான். என் ஊர்ல வந்து என் பொண்ணு மேல கைய வச்சவன் யாருடா? டேய், அவ எங்க இருந்தாலும் உடனடி எங்க இழுத்துவாங்கடா. போங்க. Who are you? What is the problem? Kelly, I'm in the father.
தங்கச்சியை கிண்டல் பண்ற அளவுக்கு உங்களுக்கு துணிச்சல் வந்துருச்சா? ஊரு விட்டு ஊர் பொழைக்க வந்த உங்களுக்கு இந்த அளவுக்கு திமிராடா? உங்க ஊர் ஸ்டைல் இதான்னா எங்க ஊர் ஸ்டைல் இதான். பாருங்கடா. டேய், டேய் கருப்பையா. அடிச்சு கட்டுங்கடா. ஆமா. Yeah. மானம் போச்சு, மரியாதை போச்சு, எல்லாமே போச்சு. இனிமே கவுண்டர் எப்படிரா தெருவுல தலை நிமிர்ந்து நடப்பேன்? எவங்கிட்டயோ உத வாங்கிட்டு வந்து ஏன் முன்னால நிக்கிறீங்களே, உங்களுக்கு வெக்கமா இல்ல? தாடிக்கு முடிய வளர்த்துக்கிட்டு பரதேசி மாதிரி இருக்கா ஒருத்தன். அவன் கராத்தேல பிளாக் பெல்ட் நினைக்கிறேன். பிளாக் பெல்ட்? பேசாம என் முன்னால நிக்காம போடா, போ. ஏண்டி வெத்தலை கொடுக்கிற நேரமாடி இது? என்கிட்ட எங்க கோச்சுக்கிறீங்க? நாம செஞ்சதும் தப்பு தானே. ஓ, எனக்கு புத்தி சொல்ற அளவுக்கு வந்துட்டியா? போடி, போ. அன்சைக்கபிள். என்ன மஷியது? ഡയറക്റ്റ് സ്മെൽ. എന്റെ സണ്ണ് വന്നില്ലായിരുന്നെങ്കിലേ എല്ലാവരുടെ ഡെഡ് ബോഡിയും ചർച്ചയിലേക്ക് എടുക്കായിരുന്നു. അടാനേ
ആദ്യം ഇവനിട്ട് വേണം 2 എണ്ണം കൊടുക്കാൻ. എന്നാ എന്റെ കൈ കൊണ്ടുവന്നേ? നിന്നെ അല്ലടാ ദാ ഇവനെ. വേണ്ടാത്ത വയ്യാവേലി എല്ലാം കൂടെ വലിച്ചു വെച്ചു. നിന്റെയൊക്കെ എന്തിനു കൊള്ളാവടാ? ഞാനോ? തല്ലുള്ളി ഇതേ ഇരിക്കുന്നു. ഈ സഡൻ അറ്റാക്ക് കേട്ടിട്ടില്ലേ? എല്ലാരും കൂടെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്താ നമ്മളെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേ. ഏതായാലും അപ്പച്ചനതൊന്നും അറിയണ്ട. അതൊക്കെ വഴി അറിഞ്ഞോളും. അല്ല ചായോ, കടയിൽ ആരുമില്ല. ഇനിയുമാര് കടയെങ്ങാനും കയറി അറ്റാക്ക് ചെയ്യോ? അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഞാനും ഉമ്മച്ചനും തങ്കച്ചനോട് കടയിലേക്ക് പോവാം. അല്ല ഞാൻ പറഞ്ഞു. എന്നാ നീ വരണ്ട. ഇനി ഏതായാലും ഊണ് കഴിച്ചിട്ട് പോവാം. കൊച്ചാപ്പേടെ കൊടുത്താച്ചാ മതി. പ്രശ്നം വല്ല ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്നാ പറ്റി? ഒരു നീരുവീഴ്ച പോലെ. നീ എന്നാ ഇനി ഗോവയ്ക്ക് തിരിച്ചു പോകുന്നത്? മമ്മയാണ് കൊള്ളാമല്ലോ. ഇവിടെ ഇത്ര പ്രോബ്ലങ്ങൾ ഉള്ളപ്പോ ഞാൻ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? സൂക്ഷിച്ചും കണ്ടും വേണം ഒതുക്കാൻ പോകുന്നത്. ഇത് അവരുടെ നാടാ. ഓ പിന്നെ ഈ പറയുന്ന ഗവർണർമാര് ഇവിടുത്തുകാരൊന്നും അല്ല. ഇന്ത്യയുടെ ഏത് കോണിലും ഏതവനും ജോലിയിൽ ജീവിക്കാമെന്ന് ഇന്ത്യൻ ഇതിലുണ്ട്. അല്ല ഇവനെവിടെ താമസിക്കാൻ പോണത്? ഇവിടെ ആന്റി അത് പറ്റൂല. ഞാൻ ഒറ്റയ്ക്കേ താമസിക്കൂ. എടാ സണ്ണിയേ, ഇച്ചായ നമുക്കേ കിഴക്ക് വശത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചാലോ? അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇഷ്ടം. ശരി. ഇതുപോലൊരു ഫിഷ് ടാങ്ക് ഗോവയിലെ എന്റെ ഹൗസ് ഓണർ പെരേരല് വീട്ടിലുണ്ട്. അത് നിറച്ച് സീ ഫിഷാ. അപ്പൊ കംപ്ലീറ്റ് കരിമീൻ ആയിരിക്കുമല്ലോ ആന്റി? ഇത്രയുള്ള കുട്ടി സ്രാവുകൾ. മമ്മിയുടെ പുളുവടി നിർത്തുവോ? ഒരു പെരേരയും കുറെ കുട്ടി സ്രാവുകളും. അയ്യോ അതെ ധനിജ, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കണം, സൂക്ഷിച്ചു വേണം. ഇരുട്ടടി അടിക്കാൻ മടിക്കാത്ത കൂട്ടരാ ആ ഗൗണ്ടറും ബാച്ചും. അങ്ങനെയൊക്കെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ മച്ചാ? അത് ശരി. ഇതുവരെയായിട്ട് ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ശരിയായില്ലേ? ഇതെന്നാ പറ്റി? കടലിങ് പോന്നോ? ഒന്നും പറയണ്ടടാവേ, ഭയങ്കര നീരുവീഴ്ച. ഇങ്ങോട്ട് മാറ്. ഡാൻസ്, ഈ ഗോപം പെനി അടിച്ച ഈ നീരുവീഴ്ചയ്ക്ക് അപ്പ തന്നെ പോവെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇന്നാലും പറഞ്ഞു. ഏതോ ഒരു ഗോപം വീക്കിൽ വായിച്ചിട്ടുണ്ടോ? കറക്റ്റ് കറക്റ്റ്, അത് കറക്റ്റ്. പറഞ്ഞില്ലേ? നിന്റെയൊക്കെ സ്വഭാവത്തിന് നീരുവീഴ്ച മാറ്റാനുള്ള സകല സാധനമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ലേറ്റ് ആവുന്നോ? കഴിക്കുന്നെങ്കിൽ പെരേരരെ ഫെനി തന്നെ. എന്താ ചെയ്യോ? പതിവില്ലാതെ കടയിലേക്ക്. നാടോടുമ്പോ നടുവേ ഓടിയില്ലെങ്കിലും സൈഡിൽ കൂടെ ഓടണ്ടേ മോനെ? ഓടിക്കോ, പക്ഷെ ഓടിക്കരുത്. ഓടിക്കേണ്ടതൊക്കെ ഓടിച്ചല്ലേ പറ്റൂ. ചായോ, ഇത് നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ. ഇങ്ങ ഇതിന് പൂശണിക്കാന്ന് ചൊല്ലറേ. ഓ പൂശണിക്ക? അയ്യോ എന്നെ പൂശാനല്ല. എന്നെ കൊല്ലുന്നേ. அச்சாயோ இவனை என்கிட்ட விடுங்கடா, நான் பாத்துக்கிறேன். ஏண்டா, என் கடையில எடை கம்மியா இருக்குன்னு பப்ளிசிட்டி பண்றியாடா நாயே? நான் அப்படி ஒன்று சொல்லலையா? யாருடா அந்த பரதேசி? நம்ம சின்னவரை எல்லாம் முதல்ல உதைச்ச அந்த பரதேசி இவன் தாங்க. தம்பி, இது பொள்ளாச்சி. எலும்புக்கு கொஞ்சம் பலம் சேர்த்துக்க, இல்ல എലുമ്പ് സീക്കിരം ഒടിஞ்சிரும். പ്രായം ചെന്ന് എല്ലാമ്പോ എളുപ്പം ഓടിയും. പിന്നെ ഒരുമിച്ച് കൂടാൻ വലിയ പാടാ ഗൗണ്ടറെ. நான் உன்னை பார்த்துக்கிறேன், ஜாக்கிரதை. നമ്മൾ ആളിച്ചല്ലേ? அங்க பரபர் சீக்கிரம் வா.
எங்கடா ஆளை காணும்? இந்த பக்கம் போயிருப்பாளோ? வாங்கடா வா. வாங்கடா. நீ யாராடி? Who are you? சார், தயவு செஞ்சு என்ன காப்பாத்துங்க. என்ன பிடிக்கிறதுக்கு 3 நாள் ஆளுங்க துரத்திட்டு வர்றாங்க. 3 നാൾ ആളുകളോ? ഒരു പെണ്ണിനെ 3 നാൾ ആളുകൾ തുരത്തിട്ട് വരുന്നു ഈ രാത്രിയില്? അപ്പൊ അവന്മാർ ശരിയല്ല. നീ ഇവിടെ ഇരി. ഞാൻ പോയി നോക്കിട്ട് വരാം. കൈ കാലൊക്കെ ആടിയിട്ട് കുറെ നാളായി. അല്ല നീ എന്നെ ഇൻസൾട്ട് ചെയ്യണോ? ഗോവയിലൊക്കെ ഡാനി എന്ന് കേട്ടാ ഞെട്ടിപ്പോവും. അവന്മാര് കേട്ട് കാണും, എല്ലാം ഓടിപ്പോയി. അതിരിക്കട്ടെ. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താണ് ഇതിന്റെ പ്രോബ്ലം? என்கிட்ட இப்ப ஒண்ணும் கேட்காதீங்க. உங்களை கெஞ்சி கேட்டுக்கிறேன். ഓ തമിഴാ? ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. தயவு செஞ்சு இப்ப என்ன போக சொல்லாதீங்க. അത് കറക്റ്റ്. ഈ പാതിരാത്രിക്ക് ഒരു പെണ്ണിനെ ഇറക്കി വിടുന്നത് എന്നെ പോലൊരു ഇന്ത്യൻ പ്രവറിനെ യോജിച്ചതല്ല. യു സ്ലീപ്പ് ഇൻസൈഡ്, ഐ സ്ലീപ്പ് ഔട്ട്സൈഡ്. ഓക്കെ? ആരെങ്കിലും ഇവിടെ വന്നാൽ അഴിച്ച് ഞാൻ നിരപ്പായിക്കളയും. ഓക്കെ? ஒரு சின்ன பொண்ண ஓடி பிடிக்க முடியல. நீங்கெல்லாம் ஏன்டா என் கூட இருக்கிறீங்க? என் வீட்டு நாயை விட்டு இருந்தா கூட பிடிச்சிருக்கேன்டா. ராஸ்கல். அப்பா, அவ போலீஸ்ல ஏதாவது கம்ப்ளைண்ட் கொடுத்துட்டா? நமக்கு நல்லதா போச்சு. போலீஸ் எல்லாம் நம்ம ஆளுதானடா. எடுத்து வந்து நேரா என்கிட்ட ஒப்படைச்சிருவான். அப்புறமா சுலபமா போச்சு எனக்கு வேலை. ஏண்டா சித்தப்பா, ஓ அண்ணன் மக தப்பிச்சிட்டாளேன்னு ரொம்ப சந்தோஷமா இருக்கிறியா? அவ என் ஏரியாவில இருந்து எங்கேயும் போக முடியாது, போகவும் விட മാட்டேன். എന്റെ മോൻ ദാനിക്ക് ഏർലി മോർണിംഗിൽ ടീയും കാപ്പി ഒന്നും കൊടുക്കണ്ട എന്റെ കൊച്ചാപ്പി. അതെന്താ? ഇന്നലത്തെ ഹാങ് ഓവർ ഒന്ന് മാറട്ടെ. ആളപ്പ നല്ല പൂശുകാരനല്ലേ? പൂശോ? അതവന്റെ ഡാഡിയുടെ പഴയ തൊഴിലായിരുന്നു. അതെനിക്ക് തെരിയും. അന്ത പൂസല്ലേ? ഇന്ത പൂസ് നന്നായിട്ട് വിടുവെന്ന് ചോദിച്ചതാ. 3-4 പെഗ് സ്കോച്ചും 2-3 കുപ്പി ഫെനിയും ദിവസം അവന് കഴിക്കണം. അത് ഗോവൻ ഹാബിറ്റാ. അതാണ് ഗോവൻ ഹാബിറ്റ്. അപ്പൊ ആന്റി നന്നായിട്ട് വിടുവല്ലേ? ഞാൻ വല്ല ഒക്കേഷനുകളിലോ ഹോളിഡേയ്സിലൊക്കെ കഴിക്കും. പിന്നെ ഡെയിലി നൈറ്റിൽ ഫുഡിന് മുമ്പ് ഒരു ഹാഫ് ഹോട്ടൽ ഫെനി എനിക്ക് കഴിക്കണം. ഫെനിയോ? അതെന്താ? അതവിടുത്തെ നാടൻ. ഓ, ഗോവൻ കൊട്ടുപടി. അപ്പൊ കുടുംബം തന്നെ സ്മാൾ ഫാമിലി ആയില്ലയോ? നോ നോ, സ്മോൾ ഫാമിലി അല്ല. തറക്കണ്ടം തറവാടെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ലാർജ് ഫാമിലിയാ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പൂശുവോന്നർത്ഥം. അവനെ എഴുന്നേൽക്കും. മിണ്ടി പോരുത്, കൊമ്പുകളെ ഞാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദാനിമോൻ. എന്ത് പറ്റി സാർ? ഒരു വല്ലായിക്ക മൂഞ്ചി എല്ലാം ഒരു മാറി ഇருக்கு. അതെ, ഇന്നലെ 2 സ്മോൾ ലാർജ് ആയിപ്പോയി. അല്ല, 2 ലാർജ് കൂടി പോയി ഇന്നലെ. 2 ലാർജ് സ്മോൾ. എങ്ങനെയുണ്ട് ദാനിമോൻ ഇവിടുത്തെ താമസമൊക്കെ? നന്നായിരിക്കുന്നു. നന്നായിരിക്കുന്നു. നന്നായിരിക്കുന്നു.
മിസ്റ്റർ കൊച്ചാപ്പി ചേട്ടൻ. അതെ, സ്മോൾ വലിയ ഇരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, ഇതിനകത്തൊന്നും ഇല്ലല്ലോ. അകത്തുണ്ടോ? അകത്തോ? അല്ല, സ്മോൾ വല്ല ഉണ്ടോന്ന്. ഓ, അകത്തല്ല, പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം. സാറിന് ഒരു കാര്യം ചെയ്യേ, ബെഡ് കാഫി ഓ, കഴിക്കാം. thanks. സാറിന് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത്? ആ അവന് ബ്രേക്ക്ഫാസ്റ്റിന് 6 വാട്ടി എഗ്, ആ, ഒരു പാക്കറ്റ് ബ്രെഡ്, ഓ, ഒരു കുപ്പി പാൽ. ദേശോൾ അത് ரொம்ப കമ്മിയാ இருக்குதே. മമ്മി എന്താ വല്ലതും ടയർഡായിരിക്കുന്നത്? ഇന്നലത്തെ സ്ലീപ്പിംഗ് വളരെ മോശം. മോനെ, ഇന്നലത്തെ ബാക്കി വല്ല ഇരിപ്പുണ്ടോടാ ഹാങ്ങോർ മാറ്റാൻ? സോറി മമ്മി, കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. ഓക്കെ ഓക്കെ, ലീവ് ഓ. ഇറ്റ്. മോൻ കൊച്ചാപ്പേച്ച് സംസാരിച്ചോണ്ടിരിക്കും. മമ്മി പോയി മോനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാം. സ്വീറ്റ് മമ്മി. ബൈ 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 മമ്മി. കൊച്ചാപ്പി ചേട്ടോ, എന്താ സാറേ ആടുമേന്ത കാസിന് ഹാങ്കെ പോലെ കിടക്കുന്നത്? മനസ്സിലായില്ലേ? ഇല്ല. ആടുമേഞ്ഞ കാട് പോലെ കിടക്കുന്ന എന്താ ചോദിച്ചത്? ഓ. തെലുങ്കു. ഞാൻ വിചാരിച്ചു ഹിന്ദിയാണെന്ന്. ഹിന്ദി നഹി മാലൂം, ക്യാ കരേഗാ? സാറ് എനിക്ക് സ്മോൾ തരൂ. എന്റെ പൊന്നു കൊച്ചാപ്പി ചേട്ടാ, ഞാൻ പറഞ്ഞില്ല എന്റെ ഇല്ലെന്ന്. എന്റെ ഇല്ല. ആ, പിന്നെ ആട് കിടന്നിടത്ത് പൂടെയെങ്കിലും കാണാതിരിക്കില്ലല്ലോ. നോക്കട്ടെ, പൂടെ ഉണ്ടോ നോക്കട്ടെ. നോക്കിക്കോ. അയ്യോ, അപ്പൊ ഇതിനകത്ത് കാണും. അവിടെ നോക്കിക്കോ. ആ, നോക്കട്ടെ. അയ്യോ അയ്യോ, കാലി ബീർ ബോട്ടിലാണല്ലോ. അപ്പൊ സ്മോൾ ബാത്റൂമിൽ കാണും. കൊച്ചാപ്പി ചേട്ടാ. എന്റെ അമ്മേ, കുഴഞ്ഞു. അയ്യോ, സാറേ കണ്ടില്ലേ? വാ ഇരിക്കേ. ഇതേതാ സാറേ സ്മോള്? ഇന്നലെ രാത്രി ആരും അറിയാതെ ഒപ്പിച്ചായിരിക്കും അല്ലേ? നല്ല അറുപയാറ് ഉറുപ്പടി സാർ. എടോ, താൻ ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി ഓടിക്കയറി വന്നതാ പാവം പവിഴം. പവിഴം? ആ, പവിഴം പോലത്തെ സാധനം. എപ്പടി ഇരിക്കണ്ട ഉറുപ്പടി? എടോ, താൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ച് ബഹളം കൂട്ടിയാലുണ്ടല്ലോ, തന്നെ ശരിയാക്കും. സാറെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. തനത് രഹസ്യ ബട്ടബയാലു. അരമന രഹസ്യം അങ്ങാടി പാട്ടായി പോകുന്നു. ഓ, കന്നഡം. ഞാൻ വിചാരിച്ചു തെലുങ്കായിരിക്കുന്നു. ഇവളെന്റെ മാനം കെടുത്തിട്ട് പോകുന്ന തോന്നുന്നു. എടി, നിന്റെ ഈ മൂക്ക് വീഴ്ചയിലും കരച്ചിലൊന്നും എന്റെ വേണ്ട. വരട്ടല്ലേ സാറേ, പാവാ. മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞോ? என்ன சொல்றீங்க? എങ്ങനെ சொன்னீங்க? പുണ്ണാക്ക് പല്ലുതേപ്പും കുളിയെല്ലാം മുടിച്ചാച്ചാന്ന്. இல்ல. ആ, എന്നാലേ ശീഘ്രം മുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക് കേട്ടോ. കൊച്ചാപ്പി ചേട്ടാ, ഓ. വാ. ഏ? ഇത് വീട്ടിൽ പോയി പറഞ്ഞ് നാട്ടിക്കരുത്. ഇല്ല. ഞാനൊരു ഹാഫ് മേടിച്ചു തരാം. ആ പോരാ, ഫുള്ള് വാങ്ങിച്ചു. ഫുള്ളെങ്കിൽ ഫുള്ള്. വാ. ഫുള്ള് തന്നെ വേണം. മോനെ ദാനി, ദാനി, മോളെ മോളിക്കുട്ടി, അകത്തൊന്നും ഒരു റിയാക്ഷനും ഇല്ലല്ലോ. ഈ ജനല് പൂട്ടിയിരിക്കുകയാണല്ലോ. വാ, നമുക്ക് ബാക്കിലെ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാ. അയ്യോ മോളിക്കുട്ടി, അകത്തൊരു പെണ്ണ്. നീ ഏതാടി കൊച്ചേ? വാതിൽ തുറക്കടി. എന്താടി, നിന്റെ ചെവിയൊക്കെ അടഞ്ഞിരിക്കാണോ? പറഞ്ഞു കേട്ടില്ലേ? ഓപ്പൺ ദ ഡോർ. ഇത്ര ചെറുപ്രായത്തിലെ വേണ്ടാത്ത തൊഴിലിന് ഇറങ്ങിയ മോരടിച്ചു പോവും. ഇറങ്ങി പോടി പുറത്ത്. നിന്റെ സങ്കടം കാണിച്ചൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ സിമ്പിളിന്റെയും ഡിമ്പിളിന്റെയും വരെ ആക്കി കണ്ടവളാ. ആന്റി ഒന്ന് ക്ഷമിക്കേ, നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. കണ്ടിട്ട് പാവം കുട്ടിയാന്നാ എനിക്ക് തോന്നുന്നത്. നോ നോ, ഞാൻ നല്ല പദം വന്ന മദാമ്മമാരുടെ കൂടെ ഇടപഴകിയിട്ടുള്ളോളാ. ഇവറ്റകളുടെ മുഖലക്ഷണം കാണുമ്പോഴേ എനിക്കറിയാം. ആദ്യം അവനാണ് അടിക്കേണ്ടത്. വേർ ഈസ് ദാനി? அம்மா, நீங்க நினைக்கிற மாதிரி நான் ஒண்ணு தப்பான பொண்ணு இல்லம்மா. நான் எந்த தப்பும் பண்ணல. എന്നതാടി ഇവളീ പറയുന്നത്? ഇവിടെ തപ്പണോന്നാ? വല്ലതും കട്ടെടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഡാനി വരട്ടെ ആന്റി, എന്നിട്ട് തീരുമാനിക്കാൻ എന്താ വേണ്ടെന്ന്. എടാ ദാനി, ഇതിനാണ് നീ തനിച്ച് താമസിക്കണമെന്ന് പറഞ്ഞതല്ലേ? നിന്റെ ഗോപൻ ഹാബിറ്റ് ഒന്നും ഇവിടെ കാണിക്കണ്ട. എന്റെ ആങ്ങളിക്ക് ഒരു നിലയും വിലയൊക്കെ ഉണ്ട്. അവനെങ്ങാനും ഇത് അറിഞ്ഞാ ഇപ്പൊ നിന്നെ ഇവിടുന്ന് കെട്ടിക്കും. മമ്മി കാര്യം അറിയാതാ ചാടിക്കയറുന്നത്. ഈ പെണ്ണാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ പാതിരാത്രിക്ക് ഓടിക്കയറി വന്ന എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ കരയും. ഇറങ്ങി പോകാൻ പറഞ്ഞാൽ പോതൂല്ല. എന്തായാലും ഇത്രയും വലിയ റിസ്കുകളൊന്നും എന്റെ മോൻ ഇപ്പൊ ഏറ്റെടുക്കണ്ട. ഒന്നുകിൽ ഇവിടെ ഇറക്കി വിട്,
അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കും. அம்மா தயவு செஞ்சு என்ன போலீஸ்ல ஒப்படைச்சிடாதீங்க. நான் உயிரோட இருக்கிறது யாருக்கும் தெரிய வேண்டாம். എന്റെ പൊന്നുമോനെ, ഞാനും എന്റെ മക്കളും ഈ മറുനാട്ടിൽ വന്നത് ജീവിക്കാൻ വേണ്ടി. നീ നാട്ടിലുള്ള വെമ്പിള്ളാരുടെയൊക്കെ സംരക്ഷണം ഏറ്റെടുത്ത് വെറുതെ ശത്രുത വലിച്ചു വെക്കരുത്. അതുകൊണ്ട് ആ പെണ്ണിനെ വേഗം പറഞ്ഞു വിടാൻ നോക്ക്. അങ്കിളിന്റെ ബർത്തിൽ കേട്ടാ തോന്നും ഞാൻ മനഃപൂർവ്വം അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞതല്ലേ. കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് തോന്നുന്നു. ആരെയൊക്കെയോ ഭയക്കുന്ന പോലെയുണ്ട്. എന്നതാ പറ്റിയെന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. ഓ മൈ ഗോഡ്, ഇനി വല്ല മെന്റൽ ഡിപ്രഷനോ മറ്റോണോ? മെന്റലും കിന്റലും ഒന്നും അല്ലാണ്ടി. അവൾ ആ ഗൗണ്ടറുടെ സ്വന്തത്തിൽപ്പെട്ട ഏതോ ഒരു പെണ്ണ. അതിനെ കാണാത്തതിനെ കുറിച്ച് മാർക്കറ്റിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. എന്റെ കർത്താവേ, ആ ഗൗണ്ടറും പടകളും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ ആ പെണ്ണിനെ പറഞ്ഞു വിടാൻ നോക്ക്. നമ്മളെ എതിർക്കാൻ ഒരു തുമ്പ് കിട്ടാൻ കാത്തിരിക്കുക അവന്മാര്. പറഞ്ഞു നോക്കാം. അവക്ക് ഇഷ്ടമുണ്ടേ പോട്ട്. ബലമായി പിടിച്ചിറക്കി വിട്ടിട്ട് ആ പെണ്ണെന്തെങ്കിലും അബദ്ധം കാണിച്ചാ പിന്നെ ഞാൻ സമാധാനം പറയണ്ടേ? പിന്നെ നാട്ടിലുള്ള ഗേൾസ് ഒക്കെ ഒപ്പിക്കുന്ന കുഴപ്പങ്ങൾക്ക് നീ എന്തിനു സമാധാനം പറയണം? ആന്റി വെറുതെ ഇമോഷണൽ ആവണ്ട. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സന്നിച്ചനേറ്റു. ഓക്കെ ഓക്കെ. നീയും ആ ഗൗണ്ടൻ തമ്മിൽ എന്താ ബന്ധം? നീ ആ ഗൗണ്ടൻ തമ്മിൽ എന്നാ റിലേഷൻ? പറടി, சொல்லான். அவர் என்னோட பெரியப்பா. அதாவது அவர் பொண்டாட்டியோட தங்கச்சி பொண்ணுனா. எனக்கு சின்ன வயசா இருக்கும் போதே எங்க அம்மா அப்பா செத்து போயிட்டாங்க. அப்பா அம்மாக்கு நான் ஒரே பொண்ணு. அதுக்கப்புறமா என்ன வளர்த்து படிக்க வச்சது எல்லாமே என்னோட சித்தப்பா தான். நான் மேஜர் ஆனதும் என் பேர்ல உள்ள சொத்தெல்லாம் அவங்க பேருக்கு எழுதி கொடுக்க சொல்லி பெரியப்பா வீட்டுக்கு வந்தாரு. பவளம், நீ என் பையனோட முறை பொண்ணு. அவனை நீ கல்யாணம் பண்ணிக்கிட்டு இந்த வீட்டுக்கு மருமகளா வந்து இந்த மொத்த சொத்தையும் அனுபவிக்கணும். அதை பார்த்து நான் சந்தோஷப்படணும். அதுதான் என் ஆசை. டேய், குழந்தைக்கு சொன்னா புரியும்டா. பத்திரத்தை நீட்டுறா, கையெழுத்து போடும். இல்ல, இந்த பத்திரத்துல என்னால கையெழுத்து போட முடியாது. உங்க பையனை கல்யாணம் பண்ணிக்கிறதுக்கு எனக்கு கொஞ்சம் கூட இஷ்டம் இல்ல. என் சொத்து ஏன் கையிலேயே இருக்கட்டும். சாபாஷ், உன் ஐடியா எனக்கு புரியுது. நீ யாரையாவது கல்யாணம் பண்ணிக்குவ, இந்த சொத்து முழுக்க அவனுக்கு போயிடும். நாங்க மொத்த பேரும் தெருவுக்கு வந்து அம்மா தாயே பிச்சை எடுக்கணும். அது நீ கேட்கணும். அதான உன் ஆசை. அப்போ நீங்க கூட தான் ஏன் சொத்துக்கு ஆசைப்பட்டு உங்க பையனை கல்யாணம் பண்ணிக்க சொல்றீங்க? எதுக்கு நான் இந்த பொண்ணை இப்படி சித்திரவதை பண்றீங்க? டேய் சித்தப்பா, நீ ஏன் விஷம்? இவளையும் விஷமாக்கிட்டியா? விஷம் யாருன்னு கடவுளுக்கு தெரியும். ஓ, கடவுளோட நேர் வாரிசு இவரு. அவன் நல்லா வாழ வேண்டிய வாழ்க்கைய ஏன்டா கெடுக்கிற? டேய், உண்மையிலேயே அவன் நல்ல மாதிரி வாழணும்னு உனக்கு ஆசை இருந்தா உடனடியாக அந்த பத்திரத்தை கையெழுத்து போட சொல்லு. இல்ல, என் அண்ணன் பொண்ணு நல்லா வாழணும்னு நான் ஆசைப்படுறேன். அவ சொத்து பூரா அவகிட்ட இருக்கட்டும். அவளொன்னும் மைனர் இல்ல, மேஜர். ஓ, மைனர் மேஜர் எல்லாம் பேசுற அளவுக்கு நீ பெரிய ஆள் ஆயிட்டியா? இவனை போட்டு எதுக்குடா? அப்படி விதி. வேண்டாம், விட்டுடுங்க. என் சித்தப்பாவை ஒண்ணும் செஞ்சிடாதீங்க. பாவமா, அவரு மேல அக்கறை இருக்குதுல்ல, அப்ப பத்திரத்தை கையெழுத்து போடு. இல்ல, என்னால கையெழுத்து மட்டும் போட முடியாது. அப்படியா? ஆமா. டேய், விதிங்கடா. வேண்டாம், என் சித்தப்பாவை ஒண்ணும் செஞ்சிடாதீங்க. வேணும்னா நான் பத்திரத்துல கையெழுத்து போட்டு கொடுத்துறேன். சாபாஷ், அது புத்திசாலித்தனம். ஏய், பத்திரத்தை கொடுங்கடா, அதுதான் கையெழுத்து போடுறேன்னு சொல்லுத. ஆயிரத்தா இருந்தாலும் அது நான் பார்த்து வளர்த்த குழந்தைடா. நான் செல்லமா வளர்த்துட்டேன். தவிச்சு ஓடுற. ஓடட்டும். எவ்வளவு தூரம் ஓடுவா? எனக்கு சொத்து பணம் எல்லாம் இருக்கு. ஆனா சொந்தம்னு சொல்லிக்கிறதுக்கு யாரும் இல்ல. നീ ഇവിടെ വന്നപ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞവനാണ് ഞാൻ. ഇനി നീ എങ്ങും പോകണ്ട. நீங்க சொல்றது எதுவுமே எனக்கு புரியல. கொஞ்சம் தமிழ்ல பேசுங்க. എനിക്ക് തമിഴ് പറയാൻ വളരെ ബുദ്ധിമുട്ടാ. നീ മലയാളം പറയുന്നതാ നല്ലത്. மலையாளமா? அப்பப்பா எனக்கு வராது. അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പോഴേ മലയാളം പഠിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവും.
എന്താ ആലോചിക്കുന്നേ? ഉറങ്ങുന്നില്ലേ? எனக்கு தூக்கம் வரல. நாளைக்கு என்னோட பிறந்த நாள். ആഹാ, എങ്കിൽ നമുക്ക് എല്ലാരെയും വിളിച്ച് നന്നായിട്ടൊന്ന് ആഘോഷിക്കാം. வேண்டாம் வேண்டாம். പിന്നെ வருஷா வருஷம் மாரியம்மன் கோவிலுக்கு போய் அர்ச்சனை பண்றதுதான் வழக்கம். അതിനെന്താ, ഞാനും കൂടെ വരാം. ஐயோ, நான் தனியா போய் அர்ச்சனை பண்றதா தான் வேண்டுதல். ആ, തന്റെ ഇഷ്ടം, പക്ഷെ സൂക്ഷിക്കണം. ம். എനിവേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആ? അതായത് തന്റെ പിറന്തനാൾ ആശംസകൾ. மாரியாத்தா தாயே, நில்லு, மரியாதை நில்லு. வா, ஓடுங்க. ஏண்டி, உனக்கு எவ்வளவு தைரியம் நம்ம குடும்ப கௌரவத்தை கெடுக்கிறது முடிவு பண்ணிட்டியா? வாடி. இத பார், இது எங்க குடும்ப விஷயம், இதுல நீ தலையிடாத. ஏய், மரியாதையை என் கூட வந்துரு. இல்ல, நான் வர மாட்டேன். இல்ல, உன்னை கூட்டு போகாம நான் இங்கிருந்து போக மாட்டேன். தயவு செஞ்சு இவரோட என்ன அனுப்பி வச்சிடாதீங்க. இவரோட நான் போனா என்ன கொன்னு போட்டுடுவாரு. ஏய், என்னடி ரொம்ப நடிக்கிற? அவன் என்ன உனக்கு புருஷனா? ஆமா, எனக்கு இவர் புருஷன் தான். ஆ? அவ சொல்றது நிஜமா? അതെ. என்னப்பா, 2 நாள் கூட அவ உன் கூட பழகல, அதுக்குள்ள புருஷனா? மரியாதை அவளை ஏன் கூட அனுப்பி வை. എടോ മുരുകരാജ കൗണ്ടറെ, ഇവൾക്ക് തന്റെ കൂടെ വരാൻ സമ്മതമാണെങ്കിൽ കൊണ്ടുപോയിക്കോ. ஓ, இல்லைங்கில் நீ விடில்லே. വിടില്ല. சாபாஷ். இந்த மாதிரி வீரமான ஆம்பளைன்னா, இந்த மாதிரி ரோஷமான ஆம்பளைன்னா முருகராஜ கவுண்டருக்கு ரொம்ப பிடிக்கும். ஆனா என்கிட்ட மோதாத. தம்பி, நீ ஊருக்கு புதுசு, சின்ன வயசு, கொதிக்கிற ரத்தம், அதான் இந்த ஆட்டெல்லாம் காட்டுற. இந்த திமிர் வச்சுக்கிட்டு என் ஊர்ல நடமாட முடியாது. டேய், வண்டியடா. ஏய், எங்க கூட போட்டி போட்டுக்கிட்டு என் சித்தி பொண்ண பிடிச்சு வச்சிருக்கியானா? அந்த பரதேசி ராஸ்கல்ட்ட மரியாதை அவளை இப்பே விட்டு சொல்லு, இல்ல இந்த கடையை சாம்பலாக்கிடுவோம். கத்திக்க நின்று தந்தட வகை நினைக்கடா. ஏய், பாய முறை நாய, எங்க அண்ணன் இந்த கம்பளத்துக்கு ராஜா. டேய், என் அப்பாவுக்கு தெரியாம இங்க ஒரு ஈ காக்கா கூட பறக்காதுடா. ഈ പൊള്ളാച്ചി കമ്പോളം നിന്റെ തന്തയ്ക്ക് ശ്രീയും കിട്ടിയല്ലടാ. ആർക്കൊണ്ടോ കച്ചവടം നടത്താം. எங்கிருந்தோ வந்து நாங்க சத்தம் போட்டு எங்களை விரட்ட பாக்குறீங்களா? ഞങ്ങളുടെ അപ്പച്ചനെ വരട്ടി പോലെ ഞങ്ങളുടെ അടുത്ത് വേണ്ട കളി. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് തന്നെ ഇവിടത്തെ ബിസിനസ് എങ്ങാനും പൊളിക്കാൻ നോക്കിയാണ്ടല്ലോ. என்னடா செய்வன் நாய? உங்க சித்தப்பன் செத்தது எப்படின்னு தெரியுமில்ல?
மரியாதையா இங்கிருந்து போலனா அறுத்துறேன். மரியாதையா பவளத்தை கிட்ட ஒப்படைச்சிடு. அவ எங்க வீட்டு பொண்ணு. നിന്റെ പൊണ്ണാണെന്നും പറഞ്ഞ് നീ വീട്ടിൽ പോയിരുന്നാ മതിടാ. അവളിപ്പോ ആമ്പിളാരുടെ കൂടെയാ. എലിക്കപ്പെട്ടതേത് പന്നികാരു ആകുന തെലുങ്ക് തെലുങ്ക് എലി വലുതായാൽ പെരിച്ചാഴി ആകില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? വാളാട്ടാതടാ നായേ. ഉണ്ണേ ഇനി ഞങ്ങളടുത്ത് കളിച്ചാലുണ്ടല്ലോ. പോടാ പുല്ലേ. മര്യാദക്ക് കടയുടെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ എല്ലാത്തിനും അരിഞ്ഞ് കാണിലൂടെ പട്ടികളെ. മുടകരച്ചിയവും കണ്ണിലെ തേച്ചിടുക. എന്റെ കർത്താവേ, ഇനി ഇവിടെ കിടക്കപ്രതി ഉണ്ടാവത്തില്ലല്ലോ. എടാ, ഉടനെ നീ അവളെ ഇവിടെ ഇറക്കി വിടണം. ഐ എം സോറി അങ്കിൾ. എടാ, ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ നീയും അവളും തമ്മിലുള്ള ബന്ധം എന്താ? അത് അങ്കിളെ ഈ ബന്ധം ചോദിച്ചാ. എടാ ഡാനി, ഗോവയെ റൗഡീസ് ഒന്നും ഇവിടെ കാണിക്കരുത്. എടാ, അവൾ ആ ഗൗണ്ടറുടെ ഭാര്യയുടെ അനിയത്തിയുടെ മകളാ. അവളെയാണ് നീ പൊറപ്പിച്ചോണ്ടിരിക്കുന്നേ. അങ്കിൾ അത് ഒന്നും പറയണ്ട, അവളെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. എടാ, ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കാത്തവന്മാരാ ഗൗണ്ടർമാര്. അങ്കിൾ എന്നോട് ക്ഷമിക്കണം, എല്ലാം ഞാൻ തുറന്നു പറയാം. ഞാൻ പവിഴത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്കിൾ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്ലീസ്. എന്റെ കർത്താവേ, ഇവനൊന്നും ജീവിക്കാനും സമ്മതിക്കത്തില്ലല്ലോ. ஹலோ, சிஎஸ் ஸ்பீக்கிங். இன்ஸ்பெக்டர் தம்பியா? வணக்கம் சார். வணக்கம் வணக்கம். என்ன விஷயம் சார்? ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. ഗോവയിൽ ഇരുന്ന് വന്ന ഒരാൾ പൊള്ളാച്ചിയിലെ மிஸ்டர் டானி, உங்களை அரெஸ்ட் பண்றேன். എന്തിനാ സാർ? கவுண்டர் விட்டு பொண்ணை கடத்திட்டு வந்ததுக்கு. ഞാനൊരു പെണ്ണേയും കടത്തിക്കൊണ്ട് വന്നിട്ടില്ല സാർ. அந்த விஷயம் நான் ஸ்டேஷன்ல வந்து சொல்லுங்க. സാർ ഇതൊക്കെ ഇവളവ് കോവപ്പെടുന്നത്. പ്രായപൂർത്തിയായ ആണും പെണ്ണും കല്യാണം ചെയ്യാനുള്ള ഇടം താൻ എന്ത് രജിസ്റ്റർ ഓഫീസ്? அது இதுவரைக்கும் உங்களுக்கு தெரியாதா? அது எனக்கும் தெரியும், நீ பேசாம இரு. இந்த பொண்ணு யாருன்னு தெரியுமா? இந்த ஊர் பஞ்சாயத்து தலைவரோட பொண்ணு. ആരുടെ പെണ്ണായാലും പെണ്ണല്ലേ സാർ? ആണിനും പെണ്ണിനും തമ്മിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ. அந்த கவுண்டரோட பேச்சும் கேட்டு உங்களை போல நியாயம் கைகாரியம் செய்த ஒரு சிஏ இந்த மாதிரி விஷயங்களும் தலையிடக்கூடாது சார். ஏமா, ஓ இஷ்டப்படி தான் அந்த மேரேஜ் நடந்ததா? ஆமா சார். இஸ் இட்? ആ സാർക്ക് സെൻസ് ഇരിക്കടാ. വിഷയം സ്വന്നാ പുരിയും. കാര്യം മനസ്സിലായാലും ഇല്ലെങ്കിലും പോയിട്ട് നന്നായി. ഇല്ലെങ്കിൽ കാണാം. ഇങ്ങോട്ട് വാടാ. ഗോവയിൽ എന്റെ ഹൗസ് ഓണർ മിസ്റ്റർ പെരേരയുടെ മോള് മാർഗറ്റിനെ ഇവനെ കൊണ്ട് മേരേജ് ചെയ്യിപ്പിക്കാൻ അയാൾ കമ്പൽ ചെയ്തതാണ്.
കണ്ടമാനം മണീസുള്ള മനുഷ്യനാ. ഇനി പെരേരേരി മാർഗറ്റിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ ലുക്ക് ചെയ്യും? അതാ പെരയുടെ മുഖത്ത് നോക്കിയാ പിന്നെ മാർഗരറ്റിന്റെ മുഖത്ത് നോക്കേണ്ട കാര്യമില്ല. ആന്റിയുടെ അത്ര സുന്ദരിയല്ലേ? ആന്റിയുടെ അത്ര വൾഗറല്ല. പോണാർന്ന് നിനക്ക് കോനടിക്കാൻ പറ്റിയ പ്രായമല്ല ആന്റി. സോറി. ആന്റി ഇനിയിപ്പോ ഗോവയിലേക്ക് ഒന്നും പോകണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് കൂടാം. ആ എന്റെ തലയിലെഴുത്ത് അത് ഷേവ് ചെയ്താ പോവില്ലല്ലോ. അതിന് നല്ല പാമോലി ക്രീം ഉപയോഗിച്ചാ മതി ആന്റി. തണ്ണി നീ അധികം ഫണ്ണിയാവണ്ട. ഐ ആം യുവർ അൽഫോൻസ് ആന്റി, അത് നീ മറക്കണ്ട. പിള്ളേഴ്സല്ലേ ആന്റി, ലീവ് ഇറ്റ്. ഐ നോ ഐ നോ. ഇനി ഇവിടെ ഇരുന്ന് സമയം കളയണ്ട. അപ്പച്ചൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്ക് പോവാം. ആ തൊമ്മി ആകെ പിണങ്ങിയിരിക്കുക. ഇനി ഞാൻ ചെന്നിട്ട് വേണം അവനെ കൺസീവ് ചെയ്യാൻ. അപ്പച്ചന്റെ പിണക്കൊക്കെ 2 ദിവസത്തേക്ക് ഉള്ളന്നേ. ആ എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ. വാള വാള അവര് കിടന്ന് ഉറങ്ങട്ടെ. ചുമ്മാ കിടന്ന്. അല്ല ഡാൻസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു. അപ്പനല്ലേ? ഇല്ല, കടിക്ക് പോയിരിക്ക. ഓ ആശ്വാസമായി. എതുക്കുണ്ട്? ഓ ഒന്നുമില്ല, അപ്പൻ എപ്പ വരുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. അരിസയും കായ്ക്കറിയും വാങ്ങി വരുന്നതുക്ക് കൊഞ്ച നേരം ആകും. നന്നായിട്ട് മലയാളം അറിയാലോ, പിന്നെ എന്നാത്തിനാ തമിഴ് പറഞ്ഞ് ഈ പാവത്തിനെ കുഴക്കണേ? ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് അറിയാതെ തമിഴ് വന്നു പോകും. അപ്പനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഓ നിന്റെ അപ്പനോട് ഒന്നും പറയാനില്ല. അപ്പനോടൊന്നും പറയാനില്ലെന്നോ? പിന്നെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ആ ഇങ്ങനെ പോയാൽ താമസിയാതെ കുഴപ്പമാവുന്നാ തോന്നുന്നു. കൊള്ളാം, ഇപ്രാവശ്യം തലയ്ക്ക് അസുഖം, കഴിഞ്ഞ തവണ വന്നപ്പോ വയറിന് കുഴപ്പം. ഇനി വരുമ്പോ എന്താവോ എന്തോ. ഇനി വരുമ്പോ നിന്നെയും കൂടെ അങ്ങ് അല്ലേ വേണ്ട, പിന്നെ പറ. അയ്യോ അപ്പ. മുതലാളി വണക്കം. വണക്കം മുതലാളി ഇവിടെ ഒന്നുമില്ല, ഞാനിതിലെ വരുന്ന വഴിക്ക് ഭയങ്കര പല്ല് വേദന, അങ്ങനെ ഒന്ന് കേറിയതാ. പല്ലുവലിയാ? പല്ലുവലിക്ക് ഒരൊറ്റ മൂലിയുണ്ട് മോളെ. പല്ലുവലിക്കുള്ള മരുന്ന് പറിച്ചോണ്ട് പോവാ. சரிங்கப்பா. സാറ് വന്നാട്ടെ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വരുന്നവർക്കെല്ലാം നമ്മ கௌரியை இஷ்டம்தான். ஆனா ஜாதகப்பொருத்தம் பார்க்கும்போதுதான் பிரச்சனை. ஜாதகத்திலும் ஆச்சாரத்திலும் ஒன்றும் நம்பிக்கை இல்லாதவங்க வந்தா பாரிச்ச சொத்தும் பணமும் தான் ആവശ്യப்படுறாங்க. ഞാൻ എങ്കിരുന്ന് കൊടുക്കും. കാശിന്റെ കാര്യമാണെങ്കിൽ അയ്യര് വിഷമിക്കേണ്ട, എന്നാ കഴിവത് ഞാൻ ചെയ്യാം. ആത്തുകാർക്ക് ഗൗരിയുടെ കാര്യത്തിലായിരുന്നു ദുഃഖം. മരിക്കണ സമയത്തിലെയും ഗൗരിയെ നനച്ചിട്ടതാ അവര് കണ്ണടച്ചത്. എല്ലാം വിധിയെന്നല്ലാതെ എന്തു പറയാനാ. അയ്യർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എന്ത് കാര്യത്തിനും തൊമ്മിച്ചിനും മക്കളും കൂടെയുണ്ട്. ഞാൻ വരട്ടെ. അല്ല മോൾ അപ്പ പറഞ്ഞേ നമ്മുടെ കമ്പത്തേരിക്കാരുടെ കാര്യം ഞാൻ ഏറ്റു. வணக்கம் 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 ஐயரே. வணக்கம். சௌக்கியமா ஐயரே? நமக்குள்ள பிசினஸ்ல 1000 விரோதம் இருக்கலாம், ஆனா இந்த ஊர் பஞ்சாயத்து தலைவர்ன்ற முறையில ஒரே ஒரு கல்யாண பத்திரிகை எனக்கு கொடுத்திருக்கான்ல, கொடுக்காம விட்டுட்டியே ஐயரே. நம்ம பசங்க வந்து சொன்ன பிறகுதான் தெரிஞ்சது இந்த ராஸ்கல் தான் கல்யாண மாப்பிள்ளன்னு. விஷயம் என்னன்னு வச்சா கொஞ்சம் தெளிவா சொல்லுங்க சொல்றேன். ஊரெல்லாம் ஏமாத்தி கல்யாணம் செய்யறதுதான் இவனோட தொழில். இப்பேற்பட்ட பாவிக்கு பொண்ணு கொடுக்க உங்களுக்கு என்ன பைத்தியமா பிடிச்சிருக்கு?
என்ன எல்லாரும் இன்னமும் வேடிக்கை பார்த்துட்டு இருக்கிறீங்க? இந்த மாதிரி பொறுக்கி பசங்களை சும்மா விடக்கூடாது. டேய், மரியாதையா இங்க இருந்து எந்திரிச்சு ஓடி போயிடு, இல்ல போலீஸ்ல புடிச்சு கொடுத்துருவேன். எந்திரா, நம்மள அவமானப்படுத்துற இந்த இடத்துல நமக்கு பொண்ணு வேண்டாம். நோக்க வர பொண்ணா கிடைக்காது. வாங்க போலாம். ஐயா ஐயா ஐயா, யாரும் போகாதீங்க. அவர் என்ன சொன்னாருன்னு எனக்கு புரியல. வாடா. ஐயா ஐயரே, உங்க மனசு படுற வேதனை எனக்கு நல்லா தெரியுது. எல்லாமே நல்லதுக்குன்னு நினைச்சீங்க. மகளே, வேண்டாம் வேண்டாம், நான் வரேம்மா. തന്റെ നാടകം നന്നായിരുന്നു. പക്ഷേ അത് ഈ പാവം പെങ്കുച്ചിന്റെ താലിച്ചാടി വേണ്ടായിരുന്നു. அடே, இந்த முருகராஜ கவுண்டரை எதிர்த்தவங்களை நான் கொஞ்சம் கொஞ்சமா தான் சாகடிப்பேன். பெரிய முள்ள சின்ன முள்ளால தான் எடுக்கணும், அப்பதான் வலிக்காது. എടോ, മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഓ വളയ്ക്കാം പക്ഷെ ഒടിക്കരുത്. ഓ ആരാ ഉണ്ണിയല്ല, ഞാൻ ഒടിച്ചു താൻ വിടുവേൻ. ഓ ஞாபகம் வச்சுக்கோ. ஓ ஓ ஓ തൊമ്മിയും മക്കളും കൂടെ ഉള്ളപ്പോ ഒരു നാളുടെ മുമ്പിലും അയ്യന് തോക്കാൻ പാടില്ല. തോക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചൊവ്വാദോഷമുള്ള ഗൗരിയെ ഇനി ആര് കല്യാണം കഴിക്കും? ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ മനുഷ്യൻ കയറിച്ചില്ലെന്ന ഈ കാലത്ത് എന്തോന്ന് ചൊവ്വാദോഷം അയ്യരെ? അയ്യരെ, ജാതിയും മാമൂലും ഒക്കെ മാറ്റിവെക്കാൻ സമ്മതമാണെങ്കിൽ ഈ പന്തലിൽ വെച്ച് ഗൗരിയുടെ കല്യാണം ഞാൻ നടത്തും. എന്റെ മകൻ റോയ്ച്ചൻ ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടും. എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിയാ മതി. റോയ്ച്ച, എടാ മക്കളെ, അയ്യയുടെ കാൽ തൊട്ട് വന്നിക്ക്. ചെല്ലുവനെ. തൊമ്മി, എന്നതാണോ നോക്കിയിരിക്കുന്നത്? കെട്ടിമേളം കൊട്ടടോ. பாடி கறக்கிற மாட்டை பாடி கறக்கணும், ஆடி கறக்கிற மாட்டை ஆடி கறக்கணும். ஐயர் வீட்டு கல்யாணத்துல ஐயாவோட ஆட்டை எப்படிரா? தொம்மியும் அவங்க பசங்களும் ஐயருக்கு வேணா காசு கொடுத்து உதவி பண்ணலாம். அவன் பொண்ணுக்கு கல்யாணம் பண்ணி உதவி பண்ண முடியுமா? முடியாது. மாப்பிள்ளை எப்ப கல்யாண மேடை விட்டு எந்திரிச்சு போனானோ அப்பவே அந்த பொண்ணுக்கு கல்யாண யோகம் போயிடுச்சு. ஐயரு நாக்க புடிங்கிட்டு சாகணும், அந்த பொண்ணு நடு ஆள்ல தூக்கு போட்டு தொங்கணும். பவளத்தை கடத்திக்கிட்டு போய் நம்மள கேவலப்படுத்தின தொம்மியும் அவங்க பசங்களும் ஆழியார் டேம்ல இருந்து அப்படியே குதிச்சு அழிஞ்சு போயிடணும். எப்படி? அவமானப்பா. என்னடா? அந்த ஐயர் பொண்ணு தொம்பிச்ச மகன் ரோஹிச்சன் கல்யாணம் பண்ணிக்கிட்டான்.
പവിഴം. എന്താടാ നീ? പവിഴ ഇവിടെ വന്നോ? പവിഴോ? ഇല്ല. എന്താ? പവിഴത്തെ കാണുന്നില്ല. പവിഴത്തെ കാണുന്നില്ലെന്നോ? എന്നാ പിന്നെ ഒന്നും സംശയിക്കാനില്ല. ആ ഗൗണ്ടർ കസ്റ്റഡി കാണും. നിന്റെ അപ്പനെ കാണാൻ. வாங்க மாப்பிள, என்ன இந்த நேரத்துல? மரகதம், சீதா, இங்க யாரு வந்திருக்காங்க பாருங்க. நம்ம மாப்பிள. പവിഴ എവിടെ? പവളം എവിടെയാണെന്നാ? അതെന്തിനെ എന്നോട് ചോദിക്കുന്നത്? പവളം ഉങ്ക പൊണ്ടാട്ടിയല്ലേ? അവ ഉങ്ക വീട്ടിൽ തന്നെ ഇരിക്കணும். മാപ്പിള, என் பவளத்துக்கு என்ன ஆச்சு? சொல்லுங்க மாப்பிள, பவளத்துக்கு என்ன ஆச்சு? പവിഴ എവിടെയാന്നാ ചോദിച്ചത്? மாப்பிள, நீங்க என்ன சந்தேகப்படுறீங்களா? பவளத்தை நான் எங்கேயோ ஒளிச்சு வச்சிருக்கிறேன்னு சந்தேகப்படுறீங்களா? மரகதம், மாப்பிள்ளை என்ன சந்தேகப்படுறாரு. சீதா, மாப்பிள்ளை என்ன சந்தேகப்படுறாரு. மாப்பிள்ளை, மரகதத்தை கூட்டு போய் இந்த வீடு பூரா தேடி பாருங்க. எங்கேயாவது பவளம் கிடைச்சா உங்க கால்ல போட்டிருக்கிற இந்த ஷூ எடுத்து என் தலையில அடிங்க. போங்க. പവിഴമില്ല ഇവിടെ? ഇല്ല. എടോ കൗണ്ടറെ, താനൊരു ഭൂലോകം നാറിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവര് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പവിഴത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ അന്ത്യകർമ്മം നടത്താൻ പോലും ഇവിടെ ആരും ബാക്കിയുണ്ടാവില്ല. God promise. நமக்கும் வயசுக்கு வந்த பொண்ணு இருக்கு. பவிழத்தை ஏன் இப்படி சித்திரவதை பண்றீங்க? தயவு செஞ்சு அவளை அந்த பையன் கூட அனுப்பிச்சு வைங்க. தயவு செய்து உள்ள போமா. நீயும் உள்ள போமா. போங்க தாய்க்குலமே, போங்க. ഡാനി ആ ഗൗണ്ടർ പറഞ്ഞതൊക്കെ വിശ്വസിച്ചല്ലേ? അവൻ പഠിച്ച കളനാ. പവിഴത്തിന് അവൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് കാണും. അല്ല ചായ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഓ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അയാൾക്ക് ഒന്നും ഏക്കത്തില്ല. അവള് പോയി അങ്ങ് പോട്ടറാ. നിനക്ക് ഗോവയിലെ പെരേര മോളെ മാരേജ് ചെയ്യാ. മമ്മി എന്താ പറയുന്നത്? എന്റെ ഭാര്യയെ കാണാതായാൽ ഞാൻ ചുമ്മാതിരിക്കണോ? അവളങ്ങ് ഡെത്തായി പോയി എന്ന് വിചാരിച്ചോ? യു ഷട്ട് അപ്പ് മമ്മി. കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ നമുക്ക് ക്രിസ്ത്യാനികൾക്ക്? ഇവിടെ തമിഴ്നാട്ടില് ഏതോ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്തത് ഏത് പള്ളിയും പട്ടക്കാരനും അറിയാനാ. മമ്മി ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഡാനി, നീ വിഷമിക്കണ്ട. പവിഴത്തെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്വത്ത് അവളുടെ പേരിലുള്ളത്. പക്ഷേ ആ ഡോക്യുമെന്റ്സിലൊന്നും അവൾ ഒപ്പിടാതിരുന്നാൽ മാത്രം മതി. ഇല്ലടാ? ஐயோ, ஏம்மா எதுவுமே சாப்பிடாம இருக்கிற? பசிக்கலையா? ஏதாவது வேணும்னா உங்க பெரியம்மா கிட்ட கேளு. குறைஞ்சது கொஞ்சோண்டு ஜூஸாவது குடிமா. எனக்கு ஒண்ணும் வேண்டாம். இத பாத்தியா? இந்த வீராப்பு வைராக்கியம் இதெல்லாம் கூடாது. கொஞ்ச நேரத்துக்கு முன்னாடி தான் உங்க வீட்டுக்காரன் வந்தான். நான் ஒரு சின்ன கதை சொன்னேன், ஏமாந்து ஓடிட்டான். இப்ப நான் சொல்ல போறது கதை இல்ல, உண்மை. உங்க ரெண்டு பேரையும் ஒன்னா சேர்த்து வச்சு நான் ஆசீர்வாதம் பண்ண போறேன். இந்தா, இதுல ஒரு கையெழுத்து போடு. இல்ல, இது நடக்காது. என்னால கையெழுத்து போட முடியாது. இத பார், குழந்தையாச்சேன்னு கொஞ்சி கேக்குறேன். ஓவரா போன குத்தி கிழிச்சிருவேன். என்ன கொலை பண்ணாலும் சரி, நான் கையெழுத்து போட மாட்டேன் மாட்டேன் மாட்டேன். போட மாட்டேன்? மாட்டேன். நிஜமா? நிச்சயமா.
എന്നെ കല്യാണം ചെയ്യാൻ ഉങ്ക അപ്പ സമ്മതിക്കുമാ? സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ സമ്മതിക്കത്തില്ല. എനിക്കറിയാം, ഞാൻ ഒരു 7 പൊണ്ണ്. ഉങ്ക ജാതി കൂടെ അല്ല. ജാതിയും പണമൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറം മറ്റൊന്നും അപ്പച്ചനില്ല. അതുകൊണ്ട് നീ ഇതേക്കുറിച്ച് ആലോചിച്ചൊന്നും കവലപ്പെട വേണ്ട. ഞങ്ങൾ അപ്പച്ചനും മക്കളും തമ്മില് വെരി വെരി ക്ലോസ് ഫ്രണ്ട്സ് മാതിരി. അങ്ങനെയാ? അപ്പൊ നമ്മ കല്യാണം എപ്പോ? നീ ആള് കൊള്ളാമല്ലോ. കല്യാണത്തിന് അപ്പച്ചൻ പ്രശ്നമല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞില്ല. അപ്പോഴേക്കും കല്യാണം എപ്പോഴാണ്? നീ ഇങ്ങോട്ട് വന്നേ. കല്യാണം കഴിക്കാതെ തന്നെ ഭാര്യ ഭർത്താവായി ജീവിക്കുന്നുണ്ട്. എന്നാ കുഴപ്പം? அப்படிയൊന്നും വേണ്ട, எல்லாம் கல்யாணத்துக்கு அப்புறம் போதும். ஏண்டா இந்த போலூர்ல இருந்து ஒருத்தன் வந்திருக்கானே, அவன் பொண்டாட்டி ஒரு லெவல்ல இருக்கறான்ல? ஒரு லெவல்ல இல்லங்க, பல லெவல்ல இருக்கறா. നീയാണ് സത്യം. നിനക്ക് എന്നെ വിശ്വസിക്കാം. നിന്നെ കാണുന്നതിന് മുമ്പ് വരെ കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ കല്യാണം ചെയ്യുന്നെങ്കിൽ അത് നിന്നെ മാത്രമാക്കി. யாரா அந்த குட்டி? அந்த வாட்ச்மேன் வேலாயுதனுடைய பொண்ணு தானுங்க அது. வாட்ச்மேன் பொண்ணா? சிப்பிக்குள் முத்து. சீப்பான வாட்ச்மேனுக்கு சித்திர மாதிரி ஒரு பொண்ணு. என்ன அழகு, என்ன கலரு. சபாஷ். வா கண்ணா வா. வா கண்ணா. தொம்மச்சம் பையனுக்கும் தோப்புல இருக்கிற பொண்ணுக்கும் லவ்வா. பந்தல் யாருதான் இருந்தாலும் பழத்தை நான் தான் சாப்பிட்டு பழக்கம். பரவாயில்ல, நீ போ, நான் பாத்துக்கிறேன். அப்பா ரொம்ப கேட்டதா சொல்லு. ஆ ஆ ஆ. ஊ. முதலாளிக்கு உங்ககிட்ட என்ன அன்பு தெரியுமா? வாங்க, நான் போறேன். போயிட்டு வாங்க. முடிஞ்சா போயிட்டு வாங்க. விட்டுருங்க. விட்டாச்சு, நீங்க முடிஞ்சா போயிட்டு ஒண்ணும் இல்ல. என்ன மாமா? ஒண்ணும் இல்ல. என்னாச்சு மாமா? மாமா, வேலாயுதம் மாமா. இனிமேத்தான் திருவிளையாடல் நடக்க போகுது. பந்தல் யாருதா இருந்தாலும் பழம் நான் தான் சாப்பிடுவேன். நீ போ, நான் பாத்துக்கிறேன்.
அந்த நாயை இழுத்துட்டு போய் உள்ள தூக்கி போடுங்கடா. மக்களே 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 சந்திச்சா 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 നമ്മുടെ സണ്ണിച്ചന്റെ മരണം ഒരു ആക്സിഡന്റ് ആക്കി തീർക്കാനുള്ള ശ്രമത്തില കൗണ്ടറും കൂട്ടരും. അറിയാമടാ മക്കളെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപകട മരണമാണെന്ന് വരുത്തി തീർത്തുകൊണ്ടൊന്നും ആ ഗവർണർ മക്കളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ കേസിന്റെ വിധിയൊന്നും വന്നോട്ടെ. വിധി വരും വരെ കാത്തിരിക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. നമ്മുടെ ഒരെണ്ണത്തിനെ കൊന്നതിന് അവന്റെ 10 എണ്ണത്തിന് ഞങ്ങൾ അരിയും. വേണ്ടടാ മക്കളെ, എന്റെ കൊച്ചുമോൻ പോയതിന്റെ വേദന അപ്പച്ചന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി ഒന്നുകൂടി എനിക്ക് താങ്ങാൻ വയ്യ. വേണ്ട, അപ്പച്ച അങ്ങനെയൊക്കെ പറയും. പിന്നെ അപ്പച്ച അനുഭവിക്കുന്നത് വേണ്ട. ആ കൗണ്ടർ അറിഞ്ഞിരിക്കണം. നമ്മുടെ സണ്ണിച്ചാനെ കൊന്നല്ലേ കൗണ്ടർ. അച്ചായൻ പറ, അച്ചായൻ എന്ത് തീരുമാനം എടുത്താലും കൂടെ ഞങ്ങളുണ്ട് അച്ചായ. ഞാൻ തളിത്തിൽ വന്ന ആളാണ്. ഗൗണ്ടറുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നതാണ് നീ. പറ, ഞങ്ങൾ പള്ളിച്ചൻ എങ്ങനെ മരിച്ചത്? പറയിപ്പിക്കരുത്. முத்து ஏன் எச்சு சோறு தின்னவன்டா? அவன் எனக்கே குழி வெட்டானா? அவனை சொல்லி குத்தம் இல்லப்பா. அந்த தொம்மி பசங்க அவனை அடிச்சு சித்திரவதை பண்ணிருக்காங்க. அதனால உண்மையை சொல்லிட்டான். சித்திரவதை பண்ணா சொல்லிடுறதா? குத்தி கொன்னாலும் சொல்லக்கூடாதா? அப்பா, தொம்மியும் பசங்களையும் இனிமே வாழ விடக்கூடாது. அவங்கள ஒரு வழி பண்ணி ஆகணும். செய்யறேன்டா, செய்யறேன். என் எதிரிங்க மொத்த பேரையும் கொளுத்தி சாம்பலாக்குற. ஜெயில இருந்து பரோல்ல என் கொப்பாரா வராண்டா. இந்த ஊர்ல எனக்கு ஒரு எதிரி கூட இல்லாம பூண்டோடு அழிக்க வராண்டா. ஒரு கொலை பண்ணாலும் ஒரு தடவை தான் தூக்கு.
10 கொலை பண்ணாலும் ஒரு தடவை தான் தூக்கு. எல்லாரையும் மொத்தமா அழிச்சிட்டு என் கொப்பாரா ஜெயிலுக்கு போவாண்டா. வராண்டா என் கொப்பாரா. എവിടെ പോയി കിടക്കുക? ഉച്ച കഴിഞ്ഞ് കടയിലും വന്നില്ലല്ലോ. ഇനി ചരക്കെടുക്കാൻ കോയമ്പത്തൂരെങ്ങനെ പോയി കാണൂ. എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ബാക്കിയുള്ളവർക്ക് ഒരു സ്വസ്ഥതയില്ല. എടാ പോടാ. തുമ്മിച്ചായോ, നമ്മുടെ ഉമ്മച്ചനെ റോഹിച്ചനും ഗൗണ്ടറിന്റെ ഗുണ്ടകൾ വന്ന് പിടിച്ചോണ്ട് പോയി. பசங்களா தைரியமா சொல்லுங்க, வாயை திறந்து சொல்லுங்க, அவளை எங்க வச்சிருக்கிறீங்க? பவழத்தை என்கிட்ட மரியாதையா ஒப்படைச்சீங்கன்னா நீங்க ஒழுங்கா வீட்டுக்கு போகலாம். இல்ல என்கிட்ட அடிபட்டு உங்க தம்பி எப்படி செத்தானோ அதே கதிதான் உங்க 2 பேருக்கும். தெரியுதா? போன். பேசு. அவளுக்கு இங்க கூட்டு வர சொல்லி பேசு. ஒன்னும் பரவாயில்ல. சபாஷ். சிங்க குட்டிகளா நீங்க, சிங்க குட்டிங்க. கொப்பாரா.
தொம்மியோட ஆளுங்க தலைங்க அவன் புள்ள குட்டி எல்லாரையும் மொத்தமா வெட்டி சாயுங்களா மக்களே விடாதே